പരിപാടികൾ ഇരുന്ന് സാധാരണ മാസത്തിന്റെ അവസാനത്തെ ഞായറാഴ്ചയാണ് നമ്മളുടെ ഈ പരിപാടിയുടെ ദിവസവും നമുക്കറിയാം. എന്നാൽ അന്നത്തെ അസൗകര്യം പരിഗണിച്ച് ഒരാഴ്ച നമ്മൾ മുന്നോട്ട് കയറി വരികയാണിത്. എന്നാൽ ഈ ദിവസത്തിലേക്ക് വരുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നമുക്ക് അതിനെല്ലാം ചെയ്ത് മുന്നോട്ട് പോകാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമയം പ്രാരംഭത്തിൽ ആമുഖം പറഞ്ഞ് കളയുന്നില്ല. പ്രോഗ്രാം ഇന്നലെ നിങ്ങളെല്ലാവരും വായിച്ചിട്ടുള്ളത് കൊണ്ട് അതും പറയുന്നില്ല. ഇന്നത്തെ സുഹൃത്ത് പ്രിയപ്പെട്ട നയനാർ മോഹൻജിയാണ്. അദ്ദേഹം മാത്രമാണ് നമുക്ക് തിരുവനന്തപുരത്തു നിന്നുള്ള ഏക അംഗം. അതുകൊണ്ട് അല്പമായി തിരുവനന്തപുരത്തെയും നമുക്കൊന്ന് മനസ്സിലാക്കാം. തിരുവനന്തപുരത്തെ കുറിച്ച് മാത്രം പറയുമ്പോൾ അതിന് തന്നെ അരമണിക്കൂറും പോരാ, അതിലധികവും വേണ്ടി വരും. കൊണ്ട് സാറിന് ഒരുപാട് കാര്യങ്ങൾ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയാനായിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഈ ദിവസത്തെ ധന്യമാക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയിലേക്ക് കടക്കാം. എല്ലാവരും സ്വന്തം ഫോണൊന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. നയനാർ സാറിനെ ഈ പരിപാടിയുടെ ഔദ്യോഗികമായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി നമ്മളുടെ പ്രിയപ്പെട്ട അംഗം ചന്ദ്രിക എൻ, കെട്ടിത്തിറക്കാട്, മൂലംകോട്, കിഴക്കഞ്ചേരി, പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പ്രിയപ്പെട്ട സഹോദരി, PRO ആണ്. GTN ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ മലയാളം ഡിവിഷൻ. ഡിണ്ടിഗലിലാണ് പ്രവർത്തന മേഖല. നമുക്ക് ചന്ദ്രികാജിയെ കേൾക്കാം. പ്ലീസ് വെൽക്കം ചന്ദ്രികാജി. ആയിക്കോട്ടെ. സുഹൃത്തിനെ കേൾക്കാം എന്ന മനോഹരമായ പരിപാടിയുടെ അണിയറ ശില്പി പ്രിയപ്പെട്ട ജോഷി സാർ, ഇന്നത്തെ സുഹൃത്തായി നമ്മുടെ മുമ്പിൽ എത്തുന്ന നയനാർ മോഹൻദാസ് സാർ, ആദ്യ പ്രതികരണം നടത്തുന്ന അനിൽ സാർ കാനഡ, കൃതജ്ഞതാ പ്രകാശനം നടത്തുന്ന നമുക്കെല്ലാം പ്രിയങ്കരനായ പ്രദീപ് സാർ, പുനർനവ കുടുംബാംഗങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. നാം ഏവരും ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും വരവേൽക്കുന്ന ഒന്നാണ് സുഹൃത്തിനെ കേൾക്കാം എന്നുള്ളത്. 13 തവണയായി ഈ വേദിയിൽ മനോഹരമായി നടത്തപ്പെടുകയാണ്. ഇന്നത്തെ പരിപാടി അവതരിപ്പിക്കുന്നത് നയനാർ മോഹൻദാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മോഹൻ സാറാണ്. തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്നു. ഇപ്പോൾ അല്പകാലമായി എറണാകുളത്താണ് താമസിക്കുന്നത്. 36 വർഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ ജോലി ചെയ്ത് SBIയുമായുള്ള ലയനത്തിന് ശേഷം അതിന്റെ ചീഫ് മാനേജറായി റിട്ടയർ ചെയ്യുകയും ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ ആരംഭകാലം തമിഴ് മീഡിയത്തിൽ പഠിച്ചു. അതുകൊണ്ട് തന്നെ തമിഴിനോട് വളരെയധികം സ്നേഹവും ബന്ധവുമുണ്ട്. അദ്ദേഹം കഥ എഴുതിയിരിക്കുന്നത് തമിഴിലാണ്. തമിഴ് വിദ്യാർത്ഥികളുടെ ഡെവലപ്മെന്റിന് വേണ്ടി പ്രത്യേക കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്കിന്റെ ഓഡിറ്ററായും വർക്ക് ചെയ്യുന്നുണ്ട്. തലസ്ഥാന നഗരിയിലെ ലൈബ്രറിയുടെ സെക്രട്ടറിയായി സേവനം ചെയ്തിട്ടും തമിഴ്നാട് സംഘത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. അമ്പലത്തിന്റെ ഓഡിറ്ററായും വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ സദാ പ്രവർത്തന നിരതനാണ്. അദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തുടർന്നു വരുന്ന സെഷനിൽ കേൾക്കാൻ സാധിക്കും. എന്റെ പ്രത്യേകമായ ചുമതല നമ്മുടെ വിശിഷ്ട വ്യക്തിയെ അവതരിപ്പിക്കുകയും സ്വാഗതം ചെയ്യുക എന്നുള്ളതുമാണ്. അതുകൊണ്ട് പ്രിയ സാറിനെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യ പ്രതികരണം നടത്തുന്നത് കാനഡയിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട അനിൽ സാറാണ്. നമുക്ക് ഏവർക്കും പരിചിതനാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
ഈ പരിപാടിക്ക് കൃതജ്ഞതാ പ്രകാശനം നടത്തുന്നത് പ്രിയപ്പെട്ട പ്രദീപ് സാറാണ്. പ്രദീപ് സാറാണ് ഈ പ്രസ്ഥാനത്തെ ഇത്തരത്തിൽ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. ഏവരുടെയും സഹകരണമുണ്ട്. എന്നാലും ഈ പ്രസ്ഥാനത്തെ ഉലയാത്ത കപ്പലായി മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇന്ന് ഈ പരിപാടി ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾ ഏറെ സന്തോഷത്തോടെ സാറെ സ്വാഗതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും പ്രത്യേകമായ സ്വാഗതം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിപാടിയിൽ സജീവമായി പങ്കെടുക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. താങ്ക് യു. ഇന്നത്തെ വിഷയം സംഭവാമി യുഗേ യുഗേ. വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ നയനാർ മോഹൻജിയെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം MSc മാത്തമാറ്റിക്സ് CAIIB ബിരുദം നേടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കരമനയിൽ താമസിക്കുന്നു. അല്പകാലമായി മകനോടൊപ്പം എറണാകുളത്ത് താമസിക്കുന്നു. എന്നാൽ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ദീർഘകാലം ബാങ്കിൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ ജോലി ചെയ്തു. അവസാനം SBIയുമായുള്ള ലയനത്തെ തുടർന്ന് ചീഫ് മാനേജരായി, SBIയുടെ ചീഫ് മാനേജരായി അദ്ദേഹം റിട്ടയർ ചെയ്തു. നമുക്ക് കേൾക്കാം. പ്ലീസ് വെൽക്കം നയനാർ മോഹൻജി. ഉണർന്നവയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. തിരുവിതാംകൂറിന്റെ ചരിത്രം. തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ മുൻ നാട്ടുരാജ്യമായ തിരുവിതാംകൂർ പൂർണ്ണമായും ഇപ്പോൾ കേരള സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. ചേര സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഈ ഭൂപ്രദേശം സമൃദ്ധിയുടെ നാട് എന്ന അർത്ഥത്തിൽ ശ്രീവാഴുംകോട് എന്നായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നീട് തിരുവാങ്കോടായി തിരുവിതാംകോട് എന്നും തിരുവിതാംകൂർ എന്നും അറിയപ്പെടാൻ തുടങ്ങി. ഇംഗ്ലീഷുകാർ ട്രാവൻകൂർ എന്നാണ് വിളിച്ചിരുന്നത്. പത്മനാഭപുരം എന്നുകൂടി അറിയപ്പെടുന്ന കൽക്കുളത്തായിരുന്നു ആദ്യം തിരുവിതാംകൂറിന്റെ തലസ്ഥാനം. 18-ാം നൂറ്റാണ്ടിൽ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റി. പ്രധാന രാജാക്കന്മാർ മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, ബാലരാമവർമ്മ, സ്വാതി തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, ചിത്ര തിരുനാൾ. ഏറ്റവും പ്രശസ്തമായ ചരിത്ര സംഭവം 1750 മാർത്താണ്ഡവർമ്മ രാജാവ് രാജ്യം ഭഗവാന് സമർപ്പിച്ച തൃപ്പടിത്താനമാണ്. ഇതിനെ തുടർന്നാണ് രാജാക്കന്മാർ പത്മനാഭദാസന്മാർ എന്ന് അറിയപ്പെട്ടു തുടങ്ങിയത്. തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ ശ്രീ പത്മനാഭദാസന്മാരാണ്. കുലദൈവമായ ശ്രീ പത്മനാഭന് വേണ്ടി രാജ്യഭരണം നടത്തുന്നു എന്നാണ് സങ്കല്പം. ശ്രീ പത്മനാഭദാസൻ, ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ നവംബർ 7, 1912 മുതൽ ജൂലൈ 19, 1991 വരെ തിരുവിതാംകൂർ ചേര വംശത്തിലെ 54-ാമത്തെ രാജാവും അവസാനത്തെ ഭരണാധികാരിയുമായിരുന്ന ഇദ്ദേഹമാണ് 1949 വരെ ഭരിച്ചത്. ഇദ്ദേഹത്തിന് ജീവിത പങ്കാളിയില്ല, മക്കളില്ല. കാവടിയാർ കൊട്ടാരമായിരുന്നു ശ്രീ ചിത്ര തിരുനാളിന്റെ ഔദ്യോഗിക വസതി. ചരിത്രം തിരുത്തിയ ഭരണപരിഷ്കാരങ്ങളും വികസന പദ്ധതികളുമായി 2 പതിറ്റാണ്ടോളം ജനകീയനായി വാണിരുന്നു. തിരുവിതാംകൂറിൽ സാമൂഹിക വികസന വിപ്ലവം സൃഷ്ടിച്ച ഭരണാധികാരിയായിരുന്നു ഇദ്ദേഹം. ഹിന്ദുക്കളായ എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ചുള്ള ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. 1944 ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായി പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ചു. കേരളത്തിലെ വ്യവസായ വിപ്ലവത്തിന്റെ പിതാവായിരുന്നു അദ്ദേഹം. FICT ആലുവ, അലിൻഡ് കുണ്ടറ, ട്രാവൻകൂർ ടൈറ്റാനിയം, കോട്ടയം ട്രാവൻകൂർ സിമന്റ്സ്, പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്, പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ്, കേരള യൂണിവേഴ്സിറ്റി, തിരുവനന്തപുരം വിമാനത്താവളം, ആൾ ഇന്ത്യ റേഡിയോ, സംഗീത കോളേജ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, ആർട്ട് ഗാലറി, എല്ലാം അദ്ദേഹത്തിന്റെ സംഭാവനകളായിരുന്നു.
ആ തമ്പുരാനെ അമ്പലത്തിൽ വെച്ച് ദർശിക്കാനും 33 കൊല്ലം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതും എനിക്ക് നല്ല ഒരു അനുഭവം. 1949 കൊച്ചി രാജ്യം കൂടി ചേർത്ത് തിരുക്കൊച്ചിയും 1956 മലബാർ ഭാഗം കൂടി ചേർത്ത് കേരളവും നിലവിൽ വന്നു. നവോത്ഥാനം. ശ്രീ നാരായണ ഗുരു ജനിച്ച ചെമ്പഴന്തി, അദ്ദേഹം സ്വന്തമായി ശിവക്ഷേത്ര പ്രതിഷ്ഠ കർമ്മം നിർവഹിച്ച അരുവിപ്പുറം, അയ്യങ്കാളി ജനിച്ച വെങ്ങാനൂർ, ചട്ടമ്പി സ്വാമികൾ ജനിച്ച കണ്ണമൂല, വക്കം മൗലവി ഹാദർ, കണക്ക് ചെമ്പകരാമപിള്ള, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, ഡോക്ടർ പൽപ്പ്, കേസരി ബാലകൃഷ്ണപിള്ള, വെള്ളക്കടവ് ഗാന്ധി, സയ്യിദ് മുഹമ്മദ്, ഇനിയും എത്രയോ മഹത് വ്യക്തികൾ ജനിച്ച പുണ്യഭൂമി ഈ അനന്തപുരി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അനന്തന് മീതെ യോഗനിദ്രയിൽ വിശ്രമിക്കുന്ന നിലയിലുള്ള മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി. ക്ഷേത്രം 5000 വർഷങ്ങൾക്ക് മുൻപ് കലിയുഗത്തിന്റെ ആദ്യ ദിവസം സ്ഥാപിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട്. വർഷത്തിൽ 2 തവണ ഏപ്രിൽ ഒക്ടോബർ, അതായത് പങ്കുനി അൽപ്പസി ആറാട്ടുകൾ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണ്. ഈ ആറാട്ട് ഘോഷയാത്രയിൽ ശംഖുമുഖം കടൽ തീരത്തുള്ള ആറാട്ട് മണ്ഡപത്തിൽ വെച്ച് വിഗ്രഹങ്ങൾ കടലിൽ എഴുന്നള്ളിച്ച് ആറാടിക്കും. ഈ സമയത്ത് ഘോഷയാത്ര വള്ളക്കടവിൽ നിന്ന് വിമാനത്താവളത്തിനുള്ളിലൂടെ കടന്ന് പോകുന്നതിലാണ് വിമാനത്താവളം അടച്ചിടുന്നത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 30 വൈകിട്ട് 4:45 മുതൽ രാത്രി 9 മണി വരെ വിമാനത്താവളം അടച്ചിട്ടിരുന്നു. മുന്നൂറ്റി ദിവസങ്ങളുള്ള ഒരു വർഷത്തിൽ 2 ദിവസം ഭഗവാനും 363 ദിവസങ്ങൾ പ്രജകൾക്കും. നവരാത്രി മണ്ഡപത്തിലെ സരസ്വതി ദേവി വിഗ്രഹ പൂജയും പ്രധാനപ്പെട്ടതാണ്. ക്ഷേത്രം സന്ദർശിക്കുന്നവർ ശിരസ് ഭാഗത്തിന് അപ്പുറത്തുള്ള തിരുവല്ലം പരശുരാമനെയും പാദങ്ങൾക്ക് അപ്പുറത്ത് വരുന്ന ഭാഗത്തുള്ള കഴക്കൂട്ടത്തിനടുത്തുള്ള തൃപ്പാദപുരം മഹാദേവനെയും ദർശിക്കണമെന്നാണ് ആചാരം. പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രം. വലതുകാൽ മടക്കി വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി നിൽക്കുന്ന ഗണപതിയുടെ പ്രതിഷ്ഠയാണ്. ഇന്ത്യൻ കരസേനയുടെ മദ്രാസ് റെജിമെന്റ് ആണ് ഈ ക്ഷേത്രം പരിപാലിക്കുന്നത്. ഓഫീസേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് OTC നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. ഇതോടൊപ്പം തന്നെ പാളയത്തുള്ള ഹനുമാൻ ക്ഷേത്രവും OTC ആണ് നിർമ്മിച്ചത്. പാളയത്ത് തന്നെ മുസ്ലിം പള്ളിക്ക് തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രവും അവരുടേതാണ്. ആറ്റുകാൽ ദേവീക്ഷേത്രം. ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ ഭദ്രകാളി രൂപത്തിലാണ് പ്രതിഷ്ഠ. സ്ത്രീകളുടെ ശബരിമല, ആറ്റുകാൽ പൊങ്കാല വളരെ പ്രസിദ്ധം. പാളയം ജുമാ മസ്ജിദ് പള്ളി 1813 പണിത മുസ്ലിം ഹനഫി സുന്നി വെള്ളിയാഴ്ച പള്ളി. ലോകത്തെ പ്രതിഫലിക്കുന്ന മസ്ജിദ്, പട്ടാളപ്പള്ളി എന്നും അറിയപ്പെടുന്നു. പാളയം സെന്റ് ജോസഫ് ദേവാലയം, റോമൻ കത്തോലിക്ക പള്ളി 150 വർഷത്തിന്റെ നിറവിൽ നിൽക്കുന്നു. കാര്യവട്ടം ഗ്രീൻഫീൽഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം, വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട്. ഏതാനും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ സ്പർശിച്ചിട്ടുള്ളൂ. 1958 ജനുവരി 14 അന്ന് ആദിത്യൻ യാത്രയ്ക്കൊരുങ്ങി. ഭൂഗോളത്തിന്റെ ദക്ഷിണഭാഗത്തെ ജീവജാലങ്ങൾക്ക് ആവോളം സമ്പദ് സമൃദ്ധി നൽകി ഉത്തരായന രേഖയിലേക്ക് കടക്കുകയാണ്. തമിഴകത്തിന്റെ ദേശീയ ഉത്സവം കർഷക ഉത്സവം മനുഷ്യനോടൊപ്പം അധ്വാനിക്കുന്ന നാൽക്കാലികൾക്കും വിഷവുമായി. ഊർജത്തിന്റെ ഉറവിടമായ സൂര്യൻ തങ്ങൾക്ക് നൽകിയ നന്മകൾക്ക് നന്ദി രേഖപ്പെടുത്താൻ അവരവരുടെ വീട്ടുമുറ്റത്ത് വിളവെടുപ്പിന്റെ വിഭവങ്ങൾ നിരത്തി പുത്തൻ മൺകലത്തിൽ പുതുനെല്ലിൽ നിവേദ്യം. മകരപ്പൊങ്കാല തമിഴ് സംസ്കാര തനിമ. ലോകമെമ്പാടുമുള്ള തമിഴർ മനനിറവോടെ ശ്രദ്ധയുണ്ട് ആലസ്യം വിട്ട് മകരസംക്രമ വേളയിലെ മകരവിളക്കിന് മുൻപായി 4:15 ചന്ദ്രമോഹൻ അനന്തപത്മനാഭന്റെ മണ്ണിലെ സ്വതന്ത്ര വായു സൃഷ്ടിച്ചു. നൈനാർ കോലമ്മാൾ ദമ്പതികളുടെ 4ാമത്തെ കുഞ്ഞ്. തൊട്ടു മുൻപത്തെ പുത്രൻ ദുരിതങ്ങളും വേദനകളും നൽകിയപ്പോൾ
ആ സുദിനത്തിൽ പിറന്ന ചന്ദ്രമോഹൻ പ്രതീക്ഷയുടെ നിലാവെളിച്ചം വീശിയോ എന്തോ. ചന്ദ്രമോഹൻ എന്ന് അച്ഛൻ ഡയറിയിൽ കുറിച്ചെങ്കിലും പള്ളിക്കൂടത്തിൽ ചേർക്കുമ്പോൾ മോഹനദാസ് എന്ന് നാമകരണം ചെയ്തു. തന്റെ മഹർക്കാറ്റും ഉദവി ഈ വൈയകത്ത് മുന്തിയിരിപ്പിച്ച് ചെയ്യൽ. അച്ഛന്റെ കർത്തവ്യം ഒരു മകനോടുള്ളത് അവനെ ഈ ലോകത്തിന്റെ മുമ്പിൽ ഒന്നാമനായി കൊണ്ട് എത്തിക്കുക എന്നതാണ്. ആ കർത്തവ്യം അച്ഛൻ എനിക്ക് ചെയ്തിട്ടുണ്ട് എന്ന തിരുക്കൾ ഈരടികൾ നയനാറിന്റെ മനസ്സിൽ മിന്നിമറഞ്ഞുവോ. ഒരു വയസ്സുള്ളപ്പോൾ ബലാരിഷ്ടതകൾ വരുത്തി. ദിനങ്ങളുടെ ഒരു ദിനത്തിൽ അമ്മ കൈക്കുഞ്ഞുമായി സർക്കാർ ആസ്പത്രിയിൽ നിന്നും വരുന്ന വഴിയിൽ വീട് എത്തും മുമ്പേ കരഞ്ഞു കരഞ്ഞു വാടിത്തളർന്ന എന്നെ ശാരദ അമ്മച്ചിയുടെ വീട്ടുപടിക്കൽ ഇത്തിരി ദാഹജലത്തിനായി നിന്നു. ഇളം പൈതലിൻ നിഷ്കളങ്ക വന്ദനം കണ്ട് അവർ തളികൾ ചോറും പായസവും കൊണ്ടുവന്നു. മോളെ, ഈ കുഞ്ഞിന് ആഹാരം കൊടുക്ക്, വിശന്നിട്ടാവും കരയുന്നത്. മടിച്ചു നിന്ന അമ്മയോട് വീണ്ടും പറഞ്ഞു, നീ കൊടുക്ക്, അവന് ഒന്നും വരില്ല. പിന്നെ ഇങ്ങനെയും ഒഴിഞ്ഞു, നിന്നെ ആര് നോക്കിയില്ലെങ്കിലും ഇവൻ നോക്കും. ആ വചനം 9 ദശാബ്ദങ്ങൾ പിന്നിടുമ്പോൾ യാഥാർത്ഥമായി ആ അമ്മയ്ക്ക് ഇന്ന് അനുഭവിക്കാനുള്ള ഭാഗ്യവും അതിലേറെ നിർവൃതിയും ഉണ്ട്. ഈന്റെ പൊഴുതിൽ പെരുതുപോക്കും തൻ മകനെ സാന്റോൻ എന കേട്ടതായി തിരുക്കുറളിലെ അർത്ഥവത്തായ ഈരടികൾ. കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ലഭിക്കുന്ന അനുഭൂതിയേക്കാൾ വലുതാണ് അവൻ ഈ ലോകത്ത് മികച്ചവൻ എന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത് എന്ന് തിരുവള്ളുവർ പറയുന്നുണ്ട്. അമ്മയുടെ നാട് കന്യാകുമാരി ജില്ലയിലെ കുമാരകോവിലിനടുത്തുള്ള ആളൂർ വീരാണി. ഈ ഗ്രാമത്തിന്റെ പശ്ചാത്തലമായിരുന്നു എൻ്റെ ആദ്യത്തെ ചെറുകഥയിൽ പിറന്നത്. അച്ഛനെ കുറിച്ച്. ഗർമട്ട് എന്ന യോഗീശ്വരൻ വസിച്ചിരുന്ന ആറ്റിൻകര ഗർമന കരമനയായി. സത്യഭാഗി പാർവതി ക്ഷേത്രവും കരമനയാറ്റിലെ ആറാട്ട് കടവും ആവുടയമ്മൻ കോവിലും ബാലസുബ്രഹ്മണ്യനും ശ്രീകൃഷ്ണനും ചിലന്തിവര ശാസ്താവും ഹനുമാൻ സ്വാമിയും മുത്താരമ്മനും ഉജ്ജയിനി മഹാകാളിയും ചന്ദനമാരി അമ്മനും നിറഞ്ഞ കരമന. ദർഹയും കരമന മസ്ജിദും ഭൂജപ്പുരയും എല്ലാം ഇവിടെയുണ്ട്. അച്ഛൻ ജനിച്ചു വളർന്ന കരമന കൂട്ടുകുടുംബമായിരുന്നു. അകാലത്തിൽ മൺമറഞ്ഞ മാതാപിതാക്കളുടെ വേർപാട്, കച്ചവടത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ, ചെറുപ്രായത്തിൽ കുടുംബഭാരം ചുമക്കേണ്ടി വന്നപ്പോൾ 14 വയസ്സുള്ള അച്ഛൻ ദൈവവിശ്വാസിയായിരുന്നെങ്കിലും അച്ഛൻ്റെ ചിന്താഗതി മാറി. ചിന്തകളും വിചാരങ്ങളും പുതിയ ചക്രവാളം. ആ കാലഘട്ടത്തിലെ ദ്രാവിഡ ആശയങ്ങളിൽ ആകർഷനായി അച്ഛൻ. ധാരാളം വായിച്ചു. നിരീശ്വര യുക്തിവാദ പാതയിലൂടെ സഞ്ചാരം തുടങ്ങി. മക്കളെയും ആ പാതയിലും ചിന്തഗതിയിലൂടെയും വളർത്തി. അവസാനം വരെയും അങ്ങനെ തന്നെ അച്ഛൻ ജീവിച്ചു. ഞങ്ങൾ 5 പേരായിരുന്നു. മൂത്തത് ചേച്ചി, 2 ചേട്ടന്മാർ, ഒരു അനിയൻ. മൂത്ത ചേട്ടൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ AG-യുമായി റിട്ടയർ ചെയ്തു. രണ്ടാമത്തെ ആൾ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അനിയൻ അച്ഛൻ്റെ കട തുടർന്ന് നടത്തുന്നു. സ്കൂളിൽ തമിഴ് മീഡിയത്തിൽ 1ാം ഷിഫ്റ്റിലായിരുന്നതിനാൽ 12:15 സ്കൂൾ വിട്ട് വന്ന് ആഹാരം കഴിച്ചിട്ട് അച്ഛന് ഊണ് കൊണ്ട് ചെല്ലണമായിരുന്നു. കടയിലെ ഒരു പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന അച്ഛൻ്റെ പുസ്തക ശേഖരങ്ങൾ ഒന്നൊന്നായി എടുത്തു വായിക്കാൻ തുടങ്ങി. 1973 SSLC വിജയ ശതമാനം 28 ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. പ്രീ ഡിഗ്രിക്ക് ഗവൺമെന്റ് ആർട്സ് കോളേജിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തു. ഡിഗ്രിക്ക് ചേരും മുമ്പുള്ള കാലഘട്ടം മാറ്റങ്ങളുടെ കാലമായിരുന്നു. സ്കൂൾ മേറ്റ് ശങ്കരനാരായണൻ നായർ മലയാള മീഡിയത്തിലും. ഞങ്ങളുടെ വീട്ടിൽ 3 പേർ തമിഴ് മീഡിയം, 2 പേർ മലയാള മീഡിയം. അങ്ങനെ തമിഴും മലയാളവും എല്ലാ പേർക്കും അറിയാമായിരുന്നു. SS നായർ NS കരയോഗ ലൈബ്രറിയിൽ നിന്നും എടുത്തു വായിക്കുന്ന മലയാള പുസ്തകങ്ങൾ എനിക്ക് കൈമാറുമായിരുന്നു. മികച്ച കൃതികളെല്ലാം തന്നെ ചെമ്മീൻ മുതൽ M. കൃഷ്ണനായരുടെ സാഹിത്യ വാരഫലം വരെ
രാവും പകലും എന്നില്ലാതെ വായിച്ചു. യൂണിവേഴ്സിറ്റി ഈവനിങ് കോളേജിൽ BSc മാത്സിൽ ചേർന്നു. പകലിൽ അച്ഛനെ കടയിൽ സഹായിക്കും, രാവിലെ ഹോം ട്യൂഷൻ എടുക്കും, വൈകിട്ട് കോളേജിലും. 1979 BSc ഫസ്റ്റ് ക്ലാസ്സിൽ വിജയിച്ചു. ആ സമയത്ത് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട് വിട്ട് അച്ഛൻ സ്വന്തമായിട്ട് ചെറിയൊരു വീട് പണിതത്. MSc സ്റ്റാറ്റിസ്റ്റിക്സിന് കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടി. തിരക്കുള്ള ജീവിതമായിരുന്നു. അതിരാവിലെ ഹോം ട്യൂഷനും കോളേജ് ക്ലാസ്സും, വൈകുന്നേരം കടയിൽ, പിന്നെ പഠിത്തം. BSRB ടെസ്റ്റിൽ എഴുതുമായിരുന്നു. 1980 നവംബറിൽ SBTയിൽ സെലക്ഷൻ കിട്ടി. MSc കോഴ്സിൽ അറ്റൻഡൻസ് കുറവില്ലാതെ നോക്കി. എക്സാം 1982 പാസ്സായി. 1980 നവംബർ 10 മാവേലിക്കര കാർഷിക വികസന ശാഖയിൽ ക്ലർക്ക് കാഷ്യറായി ജോലിയിൽ പ്രവേശിച്ചു. 1982 തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി. അടുത്ത കൊല്ലം തന്നെ തമിഴ് സംഘത്തിന്റെ സെക്രട്ടറിയായി ചുമതല ഏൽക്കേണ്ടി വന്നു. SBT ഹെഡ് ഓഫീസിൽ സ്റ്റാഫിന്റെ PF സെക്ഷനിൽ ആയിരുന്നു 9 കൊല്ലം. 5 മണിക്ക് ബാങ്ക് വിട്ട് വീട്ടിൽ വന്നിട്ട് 6 മണിയോടെ ലൈബ്രറിയിൽ എത്തും. 8 മണിവരെ ലൈബ്രറിയിൽ പണികൾ. കേരളത്തമിഴ് എന്ന മാസിക എല്ലാ മാസവും ഇറക്കേണ്ടതായുണ്ടായിരുന്നു. ലേഖനങ്ങളും ചെറുകഥകളും സമാഹരിക്കൽ, പ്രസിൽ കൊണ്ടുചെല്ലുക, പ്രൂഫ് രേഖകൾ നോക്കുക, വാർഷിക പതിപ്പ് കൃത്യമായി എല്ലാം ചെയ്യണമായിരുന്നു. 19-നും 20-നും ആ മാസിക പോസ്റ്റ് ചെയ്യണം. ആഴ്ചതോറും ഞായറാഴ്ചകളിൽ കലാ സാഹിത്യ പരിപാടികൾ നടത്തുക, തമിഴ് മലയാള എഴുത്തുകാരുടെ കൃതികൾ എഴുത്തുകാരെ ക്ഷണിക്കൽ, എല്ലാം പുതിയ അനുഭവങ്ങളായിരുന്നു. എൻ്റെ 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള സുഹൃത്ത് ബന്ധങ്ങൾ വളരെ വലുതാണ്. ചില അനുഭവങ്ങൾ: രാജകൊട്ടാരത്തിൽ ചെന്ന് രശ്മിബായി തമ്പുരാട്ടിയെ മകരപ്പൊങ്കൽ ആഘോഷത്തിൽ ക്ഷണിച്ചത് ആ കൊട്ടാരം സന്ദർശിക്കാനുള്ള ഒരു സന്ദർഭമായിരുന്നു. രാജ്ഭവനിൽ ചെന്ന് ഗവർണർ P. രാമചന്ദ്രനെ ലൈബ്രറിയുടെ പുതിയ കെട്ടിട ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ പോയത് മറ്റൊരു അനുഭവം. രാജ്ഭവനിൽ റിപ്പബ്ലിക് ഡേ ദിനത്തിൽ ഗവർണറുടെ വിരുന്നിൽ പങ്കെടുത്തത് വേറൊരു അനുഭവം. കേരള മുഖ്യമന്ത്രിയുടെ K. കരുണാകരനെയും AK ആന്റണിയും EK നായരിനെയും ഇവരെയൊക്കെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി കാണുകയും അവരെ സംഘത്തിലേക്ക് ക്ഷണിക്കുകയും പല പരിപാടികൾ പങ്കെടുപ്പിക്കാൻ സാധിച്ചതും ഓരോരോ അനുഭവങ്ങൾ, അഭിമാനം തരുന്ന അനുഭവങ്ങൾ. സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ജനങ്ങളോടും ഇടപഴകാനും തമിഴ് ഭാഷ ന്യൂനപക്ഷത്തിന്റെ കാര്യങ്ങളിൽ പരിഹാരം കാണാനും സാധിച്ചു. കേരള BSRB എഴുത്ത് പരീക്ഷയിൽ റീജിയണൽ ലാംഗ്വേജിൽ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ടായിരുന്നു. മലയാളത്തിൽ മാത്രം ചോദ്യം വന്നപ്പോൾ കേരളത്തിൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾ ഉണ്ടെന്നും കാസർഗോഡ് കന്നഡയും ഉണ്ട് എന്നും പറഞ്ഞ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. അതിൽ അനുകൂലമായ വിധി ലഭിച്ചു. അപ്പോൾ 2 പെൺമക്കളുള്ള ഒരു പിതാവ് പറഞ്ഞു, തങ്കം അത് സ്വർണം, ചെയ്യാത്തത് സംഘം ചെയ്തു എന്നു. ആ ഒരു അഭിനന്ദനം വളരെ വിലപ്പെട്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ 2 പെൺമക്കൾക്കും ബാങ്കിൽ ജോലി കിട്ടുകയും ചെയ്തു. 1987 ഏപ്രിൽ 30 കടക്കാവൽ ലാലിയെ ജീവിത പങ്കാളിയാക്കി. കല്യാണക്കുറിപ്പിലും തിരുക്കുറളിന്റെ വാൾക്കൈ തുണയിലും, അതായത് ഇംഗ്ലീഷിൽ ലൈഫ് പാർട്ട്ണർഷിപ്പ് എന്ന വാക്കുകളാണ് ഉപയോഗിച്ചത്. 1988 മാർച്ച് 12 ആറ്റുകാൽ പൊങ്കാല ഉത്സവകാലത്തിൽ മകൾ ജനിച്ചു, ദീപാമോഹൻ. ആ വർഷം ജൂണിൽ ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ സ്ഥലം വാങ്ങി. 1980 മേടം 10 വീട് പാലുകായ്ച്ച് താമസം മാറി. 1990 ആറ്റുകാൽ പൊങ്കാലയുടെ
അന്ന് രാത്രി കുത്തിയോട്ട എഴുന്നള്ളിപ്പിന്റെ തിരക്കിൽ പെട്ടു. പുതിയ വീട്ടിൽ എത്താൻ വൈകി. അതിനിടയിൽ വീട്ടിൽ കള്ളൻ കയറി സ്വർണവളയും കുഞ്ഞിന്റെ ആഭരണങ്ങളും കൊണ്ടുപോയി. പിറ്റേ ദിവസം മോളുടെ പിറന്നാളായിരുന്നു. അവൾക്ക് പുതിയ ഡ്രസ്സ് എടുത്തിട്ട് അമ്പലത്തിൽ പോയതായിരുന്നു. വീടിന്റെ പുറകെ അയൽവക്കത്ത് താമസിച്ചിരുന്ന സ്ത്രീ കള്ളനെ കണ്ടിരുന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, വീട്ടിൽ നിങ്ങൾ ഇല്ലാതിരുന്നത് നന്നായി. ആ കള്ളൻ അത്രക്കാരനായിരുന്നു. ദേവിയുടെ കടാക്ഷം എന്നല്ലാതെ എന്താ. 1993 തിരുവനന്തപുരം മണക്കാട് ബ്രാഞ്ചിൽ വെച്ച് ഓഫീസർ പ്രൊമോഷൻ കിട്ടി. കോട്ടയത്ത് തിരുനക്കര ബ്രാഞ്ചിൽ ജോയിൻ ചെയ്തു. PF സെക്ഷനിൽ മേധാവി രാമചന്ദ്രൻ പോറ്റിയുടെ ഉപദേശം ഇതായിരുന്നു: പ്രൊമോഷൻ ട്രാൻസ്ഫറായി പോവുകയാണെങ്കിൽ കുടുംബത്തെയും കൂടെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ ആ പ്രൊമോഷൻ എന്തിനായിരുന്നു എന്ന് അവർ വിചാരിക്കും. ബാങ്ക് ക്വാർട്ടേഴ്സ് തരുന്നുണ്ടല്ലോ, തീർച്ചയായിട്ടും കുടുംബത്തെ കൊണ്ടുപോകണം. വീട്ടിൽ അച്ഛന് വലിയ താല്പര്യമില്ലായിരുന്നെങ്കിലും 1994 ഞാൻ എൻ്റെ കുടുംബത്തെ കോട്ടയത്തേക്ക് കൊണ്ടുപോയി. മോൾ 1ാം ക്ലാസ്സിൽ മൗണ്ട് കാർമൽ സ്കൂളിൽ ചേർന്നു. മോൻ 9 മാസം പ്രായം. 1995 അവിടെ നിന്നും ഹൈമനം ബ്രാഞ്ചിലെ അക്കൗണ്ടന്റായി ചാർജ് എടുത്തു. 1997 തിരുവനന്തപുരം പൂജപ്പുര ബ്രാഞ്ചിലേക്ക് ഫീൽഡ് ഓഫീസറായി വന്നു. ജനുവരി പുതുവത്സര വേളയിൽ ഒരു വിവാഹ ചടങ്ങ് സൽക്കാരത്തിൽ ഐസ്ക്രീം കഴിച്ചു. ത്രോട്ട് ഇൻഫെക്ഷനായി. ഈസോഫാഗസിൽ തൊട്ടു താഴെ ഒരു ചെറിയ സിസ്റ്റ് വന്നു ഇൻഫെക്റ്റഡ് ആയി. എന്തോ ഒരു അപകടം എന്ന് തോന്നൽ. ENT ഡോക്ടർ തന്നെ കാണണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചു. ഒടുവിൽ രാത്രി 11 മണിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അച്ഛനും സഹോദരങ്ങളും കൊണ്ടുപോയി ചേർത്തു. നന്നെ അവശനായി കുഴഞ്ഞു. അവിടെ ചെന്ന് കഴിയുമ്പോൾ നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്തൊരവസ്ഥയിൽ നേരെ ENT സെക്ഷനിലേക്ക് അവരെ കൊണ്ടുപോയി. PG ഡോക്ടർ ശരിയായി ഡയഗ്നൈസ് ചെയ്തു. വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ തന്നാൽ സെഡേഷൻ ആയി പോകും. സിസ്റ്റ് പൊട്ടിയാൽ ഈസോഫാഗസിനെ മൂടിയേക്കാം. ഉണർന്നു തന്നെ ഇരിക്കണം. വേദന സഹിച്ചേ പറ്റൂ. അന്ന് കൂടെ ഉണ്ടായിരുന്ന ആനി ഒരു മെഡിറ്റേഷൻ ക്ലാസ്സിലേക്ക് എന്നെ കൊണ്ടുവരുന്നു. അതിൽ ദീക്ഷയെ ലഭിച്ച മെഡിറ്റേഷന്റെ മന്ത്രം ഉരുവിട്ട് കിടന്നു. അർദ്ധരാത്രിയിൽ സിസ്റ്റ് പൊട്ടി വായിൽ കൂടി തുപ്പി പുറത്തുപോയി. രക്ഷപ്പെട്ടു. 2000 അടുത്ത പ്രൊമോഷൻ. വീണ്ടും കോട്ടയം സോണിലേക്ക് സറണ്ടർ. പത്തനംതിട്ട ജില്ലയുടെ റീജിയണൽ ഓഫീസിൽ കോട്ടയത്ത് ജോയിൻ ചെയ്തു. കുടുംബസമേതം പോയി. മകൾക്ക് അതേ സ്കൂളിൽ മകനും 1ാം ക്ലാസ്സിൽ ചേർന്നു. അടുത്ത വർഷം DPEP സിലബസ് വന്നപ്പോൾ ഗിരിദീപം സ്കൂളിലേക്ക് മാറ്റി. അങ്ങനെ 7 വർഷം 2 ഘട്ടങ്ങളായി കോട്ടയത്ത് ജീവിച്ചു. അവിടെയും സോണൽ ഓഫീസിലെ സ്റ്റാഫ് വെൽഫെയർ സെക്രട്ടറിയുമായി ബാങ്ക് ഓഫീസേഴ്സ് ക്ലബ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു. CMS കോളേജ് മുറ്റത്ത് ക്രിസ്മസ് പുതുവത്സര പരിപാടികൾ നടത്തി. 4ാം വർഷം MRF ഫാക്ടറിയുള്ള വടവാതൂരിന്റെ ബ്രാഞ്ചിൽ ബ്രാഞ്ച് മേയറായിട്ട് ചുമതലയേറ്റു. 2004 മകൾ SSLC കഴിഞ്ഞുടൻ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി തിരുവനന്തപുരത്ത് പൂജപ്പുര ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫറായി വന്നു. ജനറൽ മാനേജർ ഓപ്പറേഷന്റെ PA ആയും സ്റ്റാഫ് സെക്ഷനും കൂടി നോക്കേണ്ടി വന്നു. ഒരുപാട് ജോലികൾ. രാവിലെ മുതൽ രാത്രി 9-10 മണി വരെ പ്രവർത്തിക്കേണ്ട സെക്ഷനായിരുന്നു. അടുത്ത വർഷം തന്നെ അവിടെ വെച്ച് പ്രൊമോഷനുമായി. സ്കെയിൽ 3 പ്രൊമോഷൻ. 2005 വെമ്പായം ബ്രാഞ്ച് മാനേജറായി ചാർജ് എടുത്തു. ആ വർഷം തന്നെ 2005 ജൂൺ 14 അച്ഛൻ ഈ ലോകത്തോട് വിടവാങ്ങി. അവസാന ഒരു വർഷകാലം അച്ഛനെ ശുശ്രൂഷിക്കാനും അച്ഛനോടൊപ്പം കഴിയാനും സാധിച്ചത് വലിയൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. ഏത് സാഹചര്യത്തെ നേരിടാനും പ്രശ്നത്തെ അഭിമുഖീകരിക്കാനും സ്വതന്ത്രമായി
തീരുമാനങ്ങൾ എടുക്കാനും അച്ഛൻ തന്നെ പിന്തുണ വളരെ വിലപ്പെട്ടതായിരുന്നു. ബ്രാഞ്ച് മാനേജറുടെ തിരക്കിനിടയിലും അച്ഛന്റെ കാര്യങ്ങൾ നോക്കാൻ സമയം കണ്ടെത്തുമായിരുന്നു. കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചിട്ട് ലാല് അച്ഛനെയും അമ്മയെയും അടുത്ത് ഉച്ച കഴിയുന്നവരെ ഉണ്ടാകുമായിരുന്നു. 2008 മുതൽ 2011 വരെ ധനുവച്ചപുരം ബ്രാഞ്ച് മാനേജർ. 2010 മകൾ ദീപ ബിടെക് EEE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പാസ്സായി. 2011 മകൾക്ക് വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും മാവേലിക്കര കുറത്തിക്കാട് ബ്രാഞ്ചിലേക്ക് മാനേജറായി ചാർജ് എടുത്തു. മാവേലിക്കര അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. മകന് CBSE SSLC മാത്സ് നമ്പേഴ്സിന് മാർക്ക് ഇല്ലാതിരുന്നതിനാൽ തമിഴ്നാട് അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ ശിവജി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ധനുവച്ചപുരത്തിന്റെ അടുത്തുള്ള കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ചേർന്നു. വീട്ടിൽ നിന്നും പോയി വരാൻ വേണ്ടി ഞാൻ കുറത്തിക്കാട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. 2014 ചീഫ് മാനേജറായി. പ്രൊമോഷൻ തിരുവനന്തപുരം കാട്ടക്കട ബ്രാഞ്ചിൽ വന്നു. RBIയുടെ കറൻസി സിസ്റ്റം ഗവൺമെന്റ് ട്രഷറി ബിസിനസ്സും 2 നിരകളായി പ്രവർത്തിക്കുന്ന വളരെ പഴക്കമുള്ള വലിയ ശാഖ. 2017 ഏപ്രിൽ 1 SBI മാറി. 2017 നവംബർ 30 ഔപചാരികമായി വിരമിച്ചു. 2018 മെയ്യിൽ 2022 നവംബർ വരെ കൺകറന്റ് ഓഡിറ്ററായി SBIയിൽ സേവനം ചെയ്യാൻ സാധിച്ചു. പെൻസിൽ NRI പ്രീമിയം ബ്രാഞ്ചിലും സർവീസ്. 2022 പുസ്തക പ്രകാശനം. തമിഴിൽ എഴുതിയ 2 കൃതികളിൽ ഒന്ന് ചെറുകഥാ സമാഹാരമായിരുന്നു കാടെല്ലാം പിച്ചിപ്പൂ. അത് തമിഴ്നാട് ഗവൺമെന്റ് ജയലളിതയുടെ 70ാം പിറന്നാളിന് 70 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒന്നായി അതിനെയും ഉൾപ്പെടുത്തിയിരുന്നു. ചെന്നൈയിൽ വെച്ച് തമിഴ് കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അത് പ്രകാശനം ചെയ്തത്. അതിന്റെ തർജ്ജമയായിരുന്നു മലയാളത്തിൽ ശ്രീമതി ഉഷാദേവി എഴുതിയതായിരുന്നു. അത് 2022 ആഗസ്റ്റിൽ നടന്നു. 2023 ജനുവരി 16 മകന് കുഞ്ഞ് ജനിച്ചു. ആഗസ്റ്റിൽ എറണാകുളത്തേക്ക് അവനോടൊപ്പം വന്നു. 2017 റിട്ടയർ ചെയ്യുന്നതിന് മുമ്പേ മാർച്ചിൽ തമിഴ് സംഘത്തിന്റെ സെക്രട്ടറി ആകാൻ നിർബന്ധിതനായി. 2 വർഷം കഴിഞ്ഞു വൈസ് പ്രസിഡന്റും പിന്നെ ലൈബ്രറി സെക്രട്ടറിയും. 2 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സ്റ്റുഡന്റ് പ്രോജക്ട് മാനേജറെ മാത്രം സേവനം ചെയ്യുന്നു. എന്നും റോൾ മോഡൽ അച്ഛൻ തന്നെയായിരുന്നു. ഒരു കാര്യം പറഞ്ഞ് ചെയ്യുന്നതിൽ വിശേഷമില്ല. അത് സ്വയം അറിഞ്ഞ് ചെയ്യുമ്പോൾ അത് വിശിഷ്ടമായി മാറും. ബാല്യകാലത്തിലെ അനുഭവങ്ങൾ പഠിപ്പിച്ച പാഠങ്ങൾ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയെയും നേരിടാൻ ആത്മധൈര്യം തന്നു. പിന്നെ ജോസി സാറ് കുറെ പോയിന്റുകൾ പറഞ്ഞിരുന്നു. അതിനൊക്കെ മറുപടിയായിട്ടാണ് അടുത്ത പറയാൻ പോകുന്നത്. ബാങ്കിങ് വർക്ക് സ്ട്രെസ് എങ്ങനെ അഭിമുഖീകരിച്ചു? 10ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ കമലദാസ് ഓട്ടോഗ്രാഫിലേക്ക് എല്ലാവർക്കുമായി ബോർഡിൽ എഴുതിയിട്ടത് ഇങ്ങനെ: ബി ട്രൂ ടു യുവർ സെൽഫ്. ഈ വാക്യം അന്ന് അത്ര മനസ്സിലായില്ലായിരുന്നു, പക്ഷെ ഇന്ന് അതിന്റെ പ്രസക്തി വളരെ ഏറിയിരിക്കുന്നു. ബി ട്രൂ ടു യുവർ സെൽഫ്. നീ നിനക്ക് തന്നെ സത്യസന്ധനായി ഇരിക്കുക. ബാങ്കിന്റെ നിയമങ്ങൾക്കുള്ളിൽ നിന്ന് സർവീസ് ചെയ്യാവുന്നത് ചെയ്യാൻ ധൈര്യം കാണിക്കണം. അത് ഞാൻ ചെയ്യുകയും ചെയ്തു. എവിടെയാണെങ്കിലും അവിടുത്തെ സാഹചര്യം കണക്കാക്കി പ്രവർത്തിക്കാൻ പഠിച്ചു. ഏറ്റെടുത്ത കാര്യം ആത്മാർത്ഥമായി ചെയ്യുക. സാഹിത്യ സൗഹൃദ വേദിയിലെ പ്രദീപ് സാറിന്റെ മോർണിംഗ് മെസ്സേജിൽ ആകർഷനായി സാറിനെ വിളിച്ചു സംസാരിച്ചു. അങ്ങനെയാണ് പുനർനവയിൽ എത്തിയത്. സാമ്പത്തിക ഇടപാടിൽ സത്യസന്ധതയുള്ളവനായിരിക്കണം. ബി പോസിറ്റീവ്, ബി കോൺഷ്യസ് അബൌട്ട് ഹെൽത്ത്, ഹാവ് എ റെഗുലർ ഫുഡ് ഹാബിറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ, കൗണ്ട് എവറി പെന്നി യു ഏൺ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തുന്നു.
നയനാർ സാർ, വളരെ സന്തോഷം. അദ്ദേഹത്തിന്റെ ജീവിതത്തെ, അദ്ദേഹത്തിന് പറയാനുള്ള പൊതുവായ കാര്യങ്ങളുമൊക്കെ പറഞ്ഞു വെച്ചു. സംഭവബഹുലമായ ഈ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അതിൽ കാച്ചിക്കുറുക്കി എടുത്ത കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടു. നമുക്കിനി അടുത്ത പ്രതികരണങ്ങളിലേക്ക് പോകാം. ആദ്യ പ്രതികരണം നടത്തേണ്ടത് ഏറ്റിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അനിൽകുമാർ സാർ, കാനഡയിൽ നിന്നുള്ള നമുക്ക് പ്രിയങ്കരനും അറിയപ്പെടുന്ന ആളുമാണ്. പക്ഷെ ആകസ്മികമായി കഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അച്ഛൻ, നമ്മുടെ ശുഭയുടെ അച്ഛൻ മരണപ്പെട്ടു. അപ്പൊ അതിന്റെ തുടർ കാര്യങ്ങളിൽ അദ്ദേഹം വ്യാപൃതനായിരിക്കുന്നു. അതുകൊണ്ട് അനിൽകുമാർ സാറ് ഇന്നത്തെ ആദ്യ പ്രതികരണം നടത്തുന്നില്ല, മറിച്ച് പകരം ഗീത ടീച്ചർ ആദ്യ പ്രതികരണം നടത്തുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രമോഹൻ സാർ എന്ന മോഹൻജി കുടുംബം, ജോലി, സാഹിത്യരംഗം, തമിഴ് സംഘത്തിന്റെ എല്ലാമായി ഒരുമിച്ച് ഒരേ വ്യക്തി തന്നെ എത്രത്തോളം കാര്യങ്ങളാണ് മുന്നോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അന്തം വിട്ടിരിക്കുകയാണ്. ഞാൻ ഒരു ജീവിതത്തില് ചെയ്യാൻ പറ്റുന്ന, ഇടപെടാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന സാറിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഒന്നുകൂടെ നേർന്നു കൊള്ളുന്നു. പിന്നെ അതുപോലെ തിരുവനന്തപുരത്തെ കുറിച്ച് ഐതിഹ്യമാല പോലെ ഐതിഹ്യം മുഴുവനും പറഞ്ഞു തന്നു. രാജഭരണം, ആചാരം എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ക്ഷേത്രപുരാണം, മുസ്ലിം പള്ളി, അതുപോലെ സെന്റ് ജോസഫ്സ് പള്ളി, അങ്ങനെ എല്ലാം നല്ല വ്യക്തമായിട്ട് നമ്മൾ തിരുവനന്തപുരത്തെ കുറിച്ച് ചെറിയൊരു വിവരണം തന്നെ സാർ നന്നായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ സാറിനെ പറയുകയാണെങ്കിൽ അമ്മയെയും അച്ഛനെയും ഒരുപോലെ പരിപാലിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാറിന് ഒരു ഭാഗ്യം കിട്ടി. അതെല്ലാവർക്കും കിട്ടുന്ന ഒരു അച്ഛനൊക്കെ ഇത്രയും പ്രായം വരെ കൂടെ ഉണ്ടാകുക എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അച്ഛൻ, അതുപോലെ അമ്മ. എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമൊന്നുമല്ല. സാറിന് ആ ഒരു ഭാഗ്യവും അതുപോലെ അവരെ പരിപാലിച്ച് മുന്നേറാനും പറ്റി. പിന്നെ ചെറുപ്പകാലത്തുള്ള വായനയാണ് സാറിന് സാഹിത്യത്തിലേക്ക് നയിച്ചത്. കാരണം അച്ഛന്റെ കൂടെ കടയിൽ പോവുക, ഷോപ്പിൽ ഇരുന്ന് വായിക്കുക, ലൈബ്രറി കൗൺസിലിൽ അംഗമാകുക, ലൈബ്രറി കൗൺസിൽ മുന്നോട്ട് നയിക്കുക, അങ്ങനെ വായനയിലൂടെ സാറ് വലിയൊരു സാഹിത്യകാരനായിട്ട് മാറി. മലയാളവും തമിഴും ഒരുപോലെ വഴങ്ങുന്ന സാറിന് എല്ലാവർക്കും പറ്റുന്ന കാര്യമൊന്നുമല്ല അതങ്ങനെ. അതുപോലെ പറ്റുമായിരിക്കും, പക്ഷെ ഇതുപോലെ രണ്ട് സ്ഥലത്തും ഇതുപോലെ ഒരുപോലെ സാഹിത്യ രചനകൾ നടത്താനായിട്ട് ആർക്കൊന്നും പറ്റൂല. പിന്നെ സാറ് വളരെ എന്താ പറയാ, ട്യൂഷനും ഇങ്ങനെ കടയിൽ സഹായിക്കണം, ട്യൂഷൻ എടുക്കണം, പിന്നെ അതുപോലെ പ്രിപ്പയർ ചെയ്യണം, അങ്ങനെ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നേറുകയാണ്. സാറിന്റെ അച്ഛൻ തന്നെ പറഞ്ഞ കാര്യമാണ് ഓർക്കുകയാണ്. നമ്മള് ഇപ്പോഴത്തെ കുട്ടികളും അറിയേണ്ടതാണ്, നമ്മൾ ഒന്നും ഈ തല്ലി പഠിപ്പിക്കുകയല്ല, തന്നെ പഠിക്കണം. അതായത് സ്വയം നമ്മള് അറിഞ്ഞു ചെയ്യുമ്പോഴാണ് അത് ഫ്രൂട്ട്ഫുൾ ആവുന്നത്. അതുപോലെ ബി ട്രൂത്ത്ഫുൾ ടു അവേഴ്സ്, നമ്മളോട് എപ്പോഴും നമ്മൾ സത്യസന്ധരായിട്ടിരിക്കുക. അതൊക്കെ നല്ല നല്ല വചനങ്ങളാണ്. എപ്പോഴും അങ്ങനെയുള്ള സത്യസന്ധത ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും വിജയിക്കാനേ ഉള്ളൂ. ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു ലാൻഡ് മാർക്കായിട്ട് നമ്മളവിടെ ഉണ്ടാവണം. നമ്മൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ലാൻഡ് മാർക്ക് സാർ പതിപ്പിച്ചിട്ടുണ്ട് എല്ലായിടത്തും. പിന്നെ സാറ് ഒരു ബ്ലസ്ഡ് ഫാമിലിയാണ്, മോള് എല്ലാവരും നല്ല നിലയിൽ കഴിയുന്നു. ഞങ്ങളെ ചുരുക്കി പറയാണ്. പിന്നെ അതുപോലെ സാറിന് കിട്ടിയ ഭാഗ്യങ്ങൾ, രാജകൊട്ടാരം സന്ദർശിക്കാൻ പറ്റി, മുഖ്യമന്ത്രിമാരെ, വലിയ ആൾക്കാരെയൊക്കെ, മുഖ്യമന്ത്രിമാരെയൊക്കെ കാണാനും ഗവർണറുടെ വിരുന്നിൽ പങ്കെടുക്കാൻ പറ്റും. അതൊക്കെ വലിയ നേട്ടങ്ങളാണ് സാറേ. പിന്നെ അതുപോലെ നല്ലൊരു തങ്കം ചെയ്യാത്തത് സംഘം ചെയ്തു എന്ന് പറയുമ്പോൾ അവർ എത്ര ആത്മാർത്ഥമായിട്ട് സാറ് ഇടപെട്ടുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. അങ്ങനെ നമ്മളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ഓരോരുത്തർ പൊക്കി പറയുന്നതല്ല, നല്ലത് ചെയ്യുമ്പോൾ, നല്ലത് കേൾക്കുമ്പോൾ വളരെ ആശ്വാസം, നമ്മൾക്ക് കൂടുതൽ ചെയ്യാനുള്ള ഒരു പ്രതീക്ഷകളും നമ്മൾ ടെംപ്റ്റ് ചെയ്യാണ് അതൊക്കെ. അപ്പൊ അത് മനസ്സറിഞ്ഞ് ചെയ്യാനുള്ള ഒരു വലിയ മനസ്സ് സാറിനുണ്ട്. പിന്നെന്താ പറയാ, സാറിന്റെ വലിയ SBTയിലെ വലിയ മാനേജറായി, SBIയിലെ ചീഫ് മാനേജറായി, പിന്നെ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഇനിയുള്ള സാറിന്റെ എല്ലാവിധ മുന്നോട്ടുള്ള എല്ലാ യാത്രയ്ക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു. അച്ഛനെ റോൾ മോഡലാക്കി ജീവിച്ച സാറിന്റെ മക്കൾക്കും സാറ് റോൾ മോഡൽ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ഭാഗങ്ങളും സാറിന്റെ കുടുംബത്തിനും മക്കൾക്കും സകല ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ പ്രാർത്ഥനയോടെ ഞാൻ വിരമിക്കുകയാണ്. നന്ദി, നമസ്കാരം. സാറേ, രവിയേട്ടനോട് പറഞ്ഞാലേ. ആയിക്കോട്ടെ. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല നമ്മുടെ മോഹൻദാസ് സാറ്. ഒരുപാട് ചരിത്രങ്ങൾ, തിരുവനന്തപുരത്തെ പറ്റി ഇത്രയൊന്നും അറിവ് എനിക്കില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പല കാര്യങ്ങളും പറഞ്ഞു, നല്ല അറിവ് നേടാൻ കഴിഞ്ഞു. കൂടാതെ സാറിന്റെ കുടുംബജീവിതം വളരെ ഭംഗിയായിട്ട് അച്ഛൻ്റെ
മോഡലില് മകൻ വളരുന്നു. അതുപോലെ തന്നെ മകന്റെ മോഡലില് മക്കളും വളരട്ടെ. എന്നാലും എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു. ചരിത്രങ്ങളും അതുപോലെ തന്നെ സാറിന്റെ ജീവിത അനുഭവങ്ങളും എല്ലാം ഞങ്ങൾക്കൊക്കെ ഒരു പാഠമായും നല്ലൊരു അനുഭവം തന്നെയാണ് ഇതെല്ലാം. എല്ലാം കൊണ്ടും വളരെ ഭംഗിയായിരുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, 25 ഡിവൈസ് ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് പോകാൻ എല്ലാവരും പറഞ്ഞിട്ടേ പോകാവുള്ളൂ, ഒരു വാക്കെങ്കിലും. പോകേണ്ടവരുണ്ടെങ്കിൽ ഇപ്പോ ഒന്ന് പറയുക. സാറേ, ഞാൻ ഹരി, ബാംഗ്ലൂർ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. പുനർനവയിലെ സുഹൃത്തിനെ കേൾക്കാവുന്ന പരിപാടി ജോഷി സാറുടെ നേതൃത്വത്തിൽ ഇനീഷ്യേറ്റീവ് ഭംഗിയായി പോകുന്നു. ഇന്നത്തെ അതിഥി ഇന്നത്തെ സുഹൃത്തിനെ നമ്മൾ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും എറണാകുളത്ത് കൊച്ചിയിൽ വെച്ചുള്ള പ്രോഗ്രാം ആയിരുന്നു. പ്രദീപ് സാറാണ് ഇൻട്രോഡ്യൂസ് എന്നൊക്കെ സാറ് പറഞ്ഞു. വളരെ ഒരു വെർസാറ്റൈൽ ബഹുമുഖ പ്രതിഭയാണ്. അദ്ദേഹത്തിന്റെ സബ്ജക്റ്റ് ഗണിതമാണെങ്കിലും സാഹിത്യത്തിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. സാധാരണ ഇത് രണ്ടും ഒരുമിച്ച് കിട്ടാറില്ല. സയൻസ് ഗുഡാണെങ്കിൽ സാഹിത്യം വീക്കായിരിക്കും. സാഹിത്യത്തിലാണ് ഒരാളെ ഗുഡെങ്കിൽ സാറിന്റെ രണ്ട് തലവും വളരെയധികം ഇതാണ്. അതുപോലെ തന്നെ എനിക്ക് യോഗ ചെയ്യുന്ന സമയത്ത് വേണ്ട അഡ്വൈസ് പേഴ്സണലായിട്ട് വിളിച്ച് തരാറുണ്ട്. ചില ഇത് നല്ലത് എങ്ങനെ ചെയ്യണം, അത് വളരെ നല്ലൊരു മോട്ടിവേറ്റർ കൂടിയാണ്. ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ നന്നായി, വളരെ സന്തോഷം. താങ്ക് യു. ഓക്കെ, ഇനിയും അർജന്റ് ആളുകളുണ്ടോ? ജോയ് സാറേ, ഞാൻ പറഞ്ഞോട്ടെ. ആയിക്കോട്ടെ. ഹമീദ. എവിടെ പോകുന്നു? ഹമീദയാണ്. പറഞ്ഞു. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. നമ്മള് മോഹൻദാസ് സാറിനെ കുറിച്ച് നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങളാണ് നമ്മള് കൊച്ചിയിൽ വെച്ചാണ് ആദ്യം നമ്മൾ പരിചയപ്പെടേണ്ടത്. അന്ന് തന്നെ സാറിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിഞ്ഞായിരുന്നു. സാഹിത്യവും തമിഴും, നാനൂറ് തമിഴായതുകൊണ്ട് എനിക്ക് അതിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷെ സാറിന്റെ തിരുക്കുറൾ ക്ലാസ്സൊക്കെ കേൾക്കണമെന്ന് വിചാരിച്ചാലും ആ സമയം എനിക്ക് ഇതാകാത്ത കൊണ്ട് ഇതുവരെ ഞാൻ മറ്റേ റെക്കോർഡിങ് കേട്ടിട്ടുണ്ട്. അപ്പോ തിരുവനന്തപുരത്തെ കുറിച്ച് ഇത്രയും വ്യക്തമായിട്ട് ഒരു നല്ലൊരു പിക്ചർ തന്നതിന് ആദ്യം ഒരു നന്ദി പറയുന്നു. പിന്നെ ഇതുപോലെ തന്നെ ആരോഗ്യത്തോട് എല്ലാ കാര്യങ്ങളും ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. താങ്ക് യു. വെരി ഗുഡ്. മറ്റാരെങ്കിലും? ഇല്ലെങ്കിൽ നമ്മളെ ഒരു അതിർത്തിയിൽ നിന്ന് പിടിക്കും. കൊല്ലം മേഖലയിൽ നിന്ന് ആരൊക്കെയാണുള്ളത് ഇപ്പോൾ? ജേക്കബ് സാർ ഉണ്ടോ ഇന്ന്? ജേക്കബ് സാർ ഉണ്ടല്ലോ, ഉണ്ടായിരുന്നു. ഓക്കെ, സാറുണ്ടോ? ഇപ്പൊ കാണുന്നില്ല. നിസയുണ്ട്, നിസ. ഓക്കെ, നിസ പറഞ്ഞോളൂ. നിസ പറയട്ടെ. പറയും. മോഹൻദാസ് സാറിന്റെ ഇന്നത്തെ സുഹൃത്തിനെ കേൾക്കാമെന്നുള്ള പരിപാടിയിൽ കേട്ടതിൽ വളരെ സന്തോഷം. ഈ തെക്കൻ ജില്ലയിൽ താമസിക്കുന്ന എനിക്ക് പോലും തിരുവനന്തപുരത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാത്തതും സാറ് പറഞ്ഞ് കേട്ടതിൽ നല്ല അറിവ് കിട്ടി. പിന്നെ ആ കാലഘട്ടങ്ങളിൽ ഇത്രയും പഠിച്ച് ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളിലെത്തിയ വായനാശീലം ഒക്കെ തോന്നിയത് കേട്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി. കാര്യം ഇന്ന് പിന്നെ ഇത്രയും സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാര്യങ്ങൾ അറിയുന്നെങ്കിൽ അന്ന് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഇത്രയും വായനയും ഇത്രയും അറിവും ഒക്കെ നേടിയ സാറിനോട് വലിയ ബഹുമാനം തോന്നി, അതിശയം തോന്നി. പിന്നെ ഇത്രയും വലിയ കാര്യങ്ങളിലെല്ലാം പറഞ്ഞ പോലെ ഗവർണറിന്റെ വിരുന്നുകളിലായാലും പ്രധാനപ്പെട്ട മഹത് വ്യക്തികളോടൊപ്പം ചേർന്നതൊക്കെ വളരെ കേട്ടപ്പം സന്തോഷം തോന്നി. അതിനൊക്കെ ഭാഗമാകാൻ പറ്റിയല്ലോ. നമുക്കൊക്കെ കിട്ടാത്ത ഒരു ഭാഗ്യങ്ങളാണ് കിട്ടിയത്. നമ്മുടെ ഈ ജന്മം വളരെ ഓർത്ത് വെക്കപ്പെടാനും ഒക്കെ കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അപ്പൊ അതിലൂടെ എല്ലാം ഒരു വിജയം കൈവരിച്ച സാറിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഇനിയും സാറിന്റെ ജീവിതം ഇപ്പോഴും
പ്രവർത്തന നിരതനായിരിക്കുന്ന സാറിന് അതും ഒരു ഭാഗ്യമാണ്. എല്ലാവരും റിട്ടയർമെന്റ് വേളകളില് എല്ലാം മതിയാക്കി വെറുതെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാതെ എപ്പോഴും കർമ്മനിരതനായി പോകുന്ന ഒരവസ്ഥയാണ് സാറ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഇനിയും ഉള്ള കാലങ്ങളില് സാറിന് അതിനെല്ലാം ഭാഗ്യം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല ഒരു അനുഭവമാണ് കേട്ടത്. നല്ല സന്തോഷം തോന്നി. താങ്ക് യു. ഓക്കെ, നിസാം ഉണ്ടോ? ഇല്ല, ഉണ്ട്. ലേറ്റായിട്ട് ഇപ്പൊ കുറച്ചു മുമ്പേ വന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഉറങ്ങുന്നു. ഓക്കെ ഓക്കെ. മറ്റാരാണുള്ളത്? സിന്ധു ജയൻ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഹൃത്തിനെ കേൾക്കാൻ പരിപാടിയില് സാറിന്റെ അവതരണം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാനും സാറിന്റെ പല പല കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. നല്ലൊരു അച്ഛനാണ്. അത് അവിടെ കൊച്ചിയിലെ മീറ്റിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലായി. മക്കളുടെ കാര്യത്തിലും കൊച്ചുമക്കളുടെ കാര്യത്തിലും വളരെയധികം കെയർഫുൾ ആയിട്ട് നോക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ പലപ്പോഴും വിളിക്കുന്ന സമയത്ത് എറണാകുളത്ത് നിന്ന് ഓടി മകളുടെ കാര്യത്തില് മകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടിയെത്തുന്നതും ഒക്കെ ഇങ്ങനെ കാണാറുണ്ടായിരുന്നു. പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു. അപ്പൊ അതൊക്കെ അറിഞ്ഞിരുന്നു. അന്ന് കൊച്ചിയിൽ വെച്ചാണ് സാറിനെ കാണാൻ കഴിഞ്ഞത്. അപ്പൊ സാറിന്റെ ഈ ക്ലാസ് കേട്ടതിൽ ഒരുപാട് സന്തോഷമായി. ഒരുപാട് അറിയാത്ത കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. താങ്ക് യു. ഓക്കെ, സുനിതയുണ്ടോ? ഉണ്ട് സാർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഞാൻ മോഹൻദാസ് സാറിനെ ആദ്യം കാണുന്നത് ചെറായിൽ വെച്ചാണ്. അന്നാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത്. ചെറായിൽ വെച്ചല്ലേ? സാറ് പിന്നെ ഇടയ്ക്ക് ഞാൻ സാറിനെ, എനിക്ക് ഒരു ബാങ്കിന്റെ ആവശ്യത്തിന് എനിക്ക് സാറിനെ വിളിക്കണമായിരുന്നു. സാർ എനിക്ക് വളരെ നല്ലൊരു കാര്യമാണ് പറഞ്ഞൊക്കെ തന്നത്. നന്നായി പറഞ്ഞു തന്നു എനിക്ക് അതിനെപ്പറ്റി. പിന്നെ ഇപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ചും ആറ്റുകാല് പഴവങ്ങാടിയെ കുറിച്ചുള്ള ഒരു കാര്യം എനിക്കും അതൊരു പുതിയ അറിവായിരുന്നു. സാറ് നല്ലവണ്ണം എല്ലാം പറഞ്ഞു തന്നു. പിന്നെ സാറ് അച്ഛനെയും അമ്മയൊക്കെ നല്ലോണം പരിപാലിക്കുന്ന സാറിന് ഇനിയും എല്ലാ അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ തരട്ടെ. താങ്ക് യു. ഓക്കെ. അപ്പൊ കൊല്ലംകാരെല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ ബിന്ദു യെസ് ഉണ്ട് സാറേ. പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. മോഹൻദാസ് സാറ് തിരുവനന്തപുരത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതൊരു പുതിയ അറിവാണ്. തിരുവനന്തപുരത്തെ പറ്റി ഒന്നും അറിയാത്ത എനിക്ക് ഈ അമ്പലത്തിന്റെ പഴവങ്ങാടി ക്ഷേത്രങ്ങളെ പറ്റി അതിന്റെ ചരിത്രവും അതുണ്ടാക്കിയവരെ എല്ലാം പറഞ്ഞു തന്നത് വളരെ നല്ലൊരു കാര്യമാണ്. സാറിന് ഒരുപാട് കാലം ഇനിയും എല്ലാം സാഹിത്യരചനയിലും എല്ലാത്തിലും ശോഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഓക്കെ, ജ്യോതി ടീച്ചർ ഇന്നലെ അസൗകര്യം പറഞ്ഞിരുന്നു. ഉണ്ടോ? കയറിയിട്ടില്ലല്ലോ. പറ്റിയാ കയറാമെന്ന് പറഞ്ഞു. ഇല്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ജ്യോതി ടീച്ചറിനും വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ടീച്ചറിന്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലൈസ്ഡ് ആയി. അങ്ങനെ അസൗകര്യം നേരിട്ടു. ഓക്കെ, പിന്നീട് ആലപ്പുഴയിൽ നിന്ന് അംബികാജിയുണ്ട്. ഓക്കെ സർ, എല്ലാവർക്കും നമസ്കാരം. മോഹൻദാസ് സാറിന്റെ സുഹൃത്തിനെ കേൾക്കാം എന്ന പരിപാടി വളരെ കാവ്യാത്മകമായിട്ടാണ് സാർ അവതരിപ്പിച്ചത്. തിരുവനന്തപുരത്തിന്റെ ചരിത്രം, അവിടെയുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളും ഉണ്ട്, പല സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സാറ് പറഞ്ഞപ്പോൾ അത് ഒരു വളരെ നല്ലൊരു അനുഭവമായിരുന്നു അതെല്ലാം കേട്ടപ്പോൾ. പിന്നെ സാറിനെ ഞാൻ ഒരു വ്യത്യസ്തനായിട്ടാണ് കാണുന്നത്. കാരണം സാധാരണ ബാങ്ക് ജീവനക്കാരൊക്കെ വളരെ ഒരു കർക്കശ സ്വഭാവക്കാരാണ്. കാരണം അവരുടെ ജോലിയുടെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കും. അവർക്ക് വളരെ ആക്യുറസി വേണം, വർക്കിലെ ടൈം ലിമിറ്റ് വേണം, വളരെ കൃത്യത വേണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് ബാങ്ക് ജീവനക്കാർ പൊതുവെ കാണുമ്പോൾ അവരുടെ ഒരു പെരുമാറ്റത്തിലൊക്കെ വളരെ കാർക്കശ്യമുള്ള പോലെയാണ് എനിക്ക് തോന്നിയിരിക്കണം. നമ്മൾ പലപ്പോഴും ബാങ്കുമായിട്ട് ഇടപെടാറുണ്ടല്ലോ.
അപ്പൊ അതിൽ നിന്നൊരു വ്യത്യസ്തനായിട്ടാണ് സാറിനെ കാണുന്നത്. സാർ അങ്ങനെയുള്ള ഒരു ജോലി ചെയ്തിട്ടും സാറ് വളരെ ഒരു എന്താ പറയേണ്ടത് എനിക്കറിയില്ല, വളരെ ഒരു വ്യത്യസ്തനാണ് അതിൽ നിന്ന്. പിന്നെ സാറിന്റെ ജീവചരിത്രമൊക്കെ വളരെ ടച്ചിങ് ആയിരുന്നു. ചെറായിയിലെ ഗെറ്റ് ടുഗദറിലാണ് സാറിനെ ആദ്യം പരിചയപ്പെട്ടത്. സാർ അന്നൊരു കാടെല്ലാം പിച്ചിപ്പൂ എന്നുള്ളൊരു പുസ്തകം തന്നിരുന്നു. വളരെ നല്ലൊരു പുസ്തകമായിരുന്നു അത്. അങ്ങനെ എന്തുകൊണ്ടും സാറിന്റെ ജീവിതം ഇനിയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. ഓക്കെ, ബേബിച്ചൻ ലൂസിയാമ്മ ഇപ്പോഴില്ലെന്ന് തോന്നുന്നു. ഇനി ആലപ്പുഴയിൽ നിന്ന് ഞാനാണുള്ളത്. ഏതായാലും എനിക്ക് നയനാർ സാറിനെ വളരെ ഉണ്ട്. എന്നാ പറഞ്ഞു. അല്ല, സാറ് പറഞ്ഞു. എനിക്ക് വളരെ വളരെ ഒരു സിമ്പിൾ മാനായിട്ട് തോന്നിയിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്, അത് അംബികാജി വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് എന്നും മനസ്സിലായിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് തലസ്ഥാനത്തെ ഒരുപാട് സാഹിത്യകാരന്മാരുമായും ഒരുപാട് വൻ ആളുകളുമായിട്ട് പരിചയപ്പെടാനും അവരോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കാനും സാധിച്ചു എന്നുള്ളത് ഒരു വലിയ മുതൽക്കൂട്ടാണ്. അതിൽ പല ആളുകളുടെയൊക്കെ പേര് പറയുമ്പോൾ തന്നെ നമ്മൾ അന്തം വിടും. ഇത്രമാത്രം പിന്നെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണല്ലോ, പക്ഷെ എന്നിട്ട് നമ്മളോടും എത്രയോ സിമ്പിളായിട്ട് പെരുമാറുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിഷയങ്ങളിലും നമ്മളുടെ വളർച്ചയിലുമൊക്കെ ഒരുപാട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരാളായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. കുടുംബത്തില് തൻ്റെ ഭാര്യയോടും മക്കളോടും ഒക്കെ ഉള്ള അറ്റാച്ച്മെന്റ് വളരെ കാര്യമായി നിലനിർത്തിക്കൊണ്ട് എന്നാൽ സ്വന്തം കാര്യങ്ങളും നിർവഹിക്കുന്ന ഒരു നല്ല അപ്പനാണ്. അത് അദ്ദേഹത്തിന്റെ ഈ അവതരണത്തിലും അത് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് പറഞ്ഞിരുന്നു. നല്ലൊരു സാഹിത്യ പശ്ചാത്തലവും ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ എഴുത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ പരിപാടി അവതരിപ്പിക്കാൻ പലരെയും നമ്മള് ഇങ്ങനെ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പലരും ആദ്യഘട്ടത്തിൽ വളരെ ചെറിയ ഒരു സെക്ഷനൊക്കെ ഉള്ളതേ പറയാറുള്ളൂ. കാരണം അവരെഴുതി വരുമ്പോഴും അത് സാധിക്കാറ് പിന്നെ എത്രയോ തവണ കൊണ്ടാണത് പക്ഷേ ഈ ഫുള്ളാക്കുന്നത്. എന്നാൽ മോഹൻദാസ് സാറിനെ എത്രമാത്രം നമ്മൾ വെട്ടിച്ചുരുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ശ്രമത്തിലായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ പരുവത്തിന് അദ്ദേഹത്തെ പരുവത്തിലായിട്ട് ആ പ്രഭാഷണം ഒതുങ്ങിയത്. അല്ലെങ്കിൽ ഇനി എത്രയോ വലിയ വലിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. ഇപ്പൊ കുറച്ചു നാളായിട്ട് തിരുവനന്തപുരത്തും എറണാകുളത്തുമായിട്ട് ഇങ്ങനെ ഷട്ടിൽ സർവീസ് നടത്തിക്കൊണ്ട് 2 മക്കളെയും സംരക്ഷിക്കേണ്ടുന്നതിന്റെ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ആവശ്യം അറിയില്ല, മറിച്ച് അവരെ സഹായിക്കേണ്ടുന്ന തന്നാലാവും വിധം സഹായിക്കേണ്ട ചുമതല ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിലുമൊക്കെ അദ്ദേഹം ഒരു നല്ല പിതാവ് എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ ബാക്കി കിട്ടുന്ന സമയത്തിന് വരുമ്പോൾ ഭാര്യയുടെ ആശുപത്രി കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്കായി അദ്ദേഹം വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളതുമൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ അവതരണവും വളരെ ഭംഗിയായിരുന്നു. വളരെ സാഹിത്യ ടച്ചോടുകൂടി അതിന്റെ ആ അവതരണം അങ്ങോട്ട് തുടങ്ങി തന്റെ ജനനത്തെ കുറിച്ചൊക്കെയുള്ള അവതരണത്തിലുമൊക്കെ ആ ഒരു സാഹിത്യ പശ്ചാത്തലം നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് തിരക്കിന്റെ ഇടയിലാണ് ഞാൻ ഈ പലവട്ടം വിളിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലെല്ലാം അപ്പോഴെല്ലാം പുള്ളി വളരെയേറെ തിരക്കിലാണ്. ഈ തിരക്കിലാണെങ്കിലും ആ തിരക്കൊന്നും ഭാവിക്കാതെ കുഴപ്പമില്ല സാറേ പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ചെയ്തും ഈ അവതരണത്തെയൊക്കെ തന്നെ എത്രയോ വട്ടം എഴുതുകയും അത് പറഞ്ഞ് കേൾപ്പിക്കുകയും ഒക്കെ വളരെ വിനയാന്വിതനായി ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് അഭിമാനം തോന്നുന്നു ഇന്നത്തെ അവതരണം കഴിയുമ്പോൾ.
എന്നാൽ കുറെ പേർക്ക് പലവിധ ആകസ്മിക പ്രശ്നങ്ങള് കേൾക്കാൻ പറ്റിയില്ല. അതൊരു പിന്നീട് റെക്കോർഡിംഗ് ആയിട്ട് കേട്ടോളും എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ നടക്കട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും നയനാർ സാറിന് നൽകുന്നു. ആ പേര് കൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേകതയൊക്കെ ആദ്യം തോന്നിയിരുന്നു. പ്രദീപ് സാറുമായിട്ട് ആകസ്മികമായ ഒരു ചടങ്ങിൽ, ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിലൂടെയാണ് ഈ പുനർനവയിലേക്കും വന്നത്. ആ വരവ് നമുക്കും അനുഗ്രഹപ്രദമായി. തീർച്ചയായിട്ടും സാറിന് അഭിമാനിക്കാം. ഈ സദസ്സിൽ അഭിസംബോധന ചെയ്യാൻ പറ്റിയതും മറ്റൊരു കാര്യമായി കണക്കാക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല വിദ്യാഭ്യാസം, നല്ല കഴിവ്, നല്ല പ്രാപ്തി ഒക്കെ ഉണ്ട്. ഈ ആ പ്രായത്തിൽ തന്നെ ഒത്തിരി കാലം സർവീസ് ചെയ്യാനും ദൈവം തുടർന്നും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ലൂസിയാമ്മ ചേച്ചി പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. മോഹൻദാസ് സാറിന്റെ സംഭവമേ യുഗ എന്ന ആ വിഷയത്തിലൂടെ നമ്മൾക്ക് തിരുവിതാംകൂർ ചരിത്രത്തെ കുറിച്ച് ഒരു നല്ല വിശദീകരണം സാറ് തന്നു. അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ചും ചരിത്ര സംഭവങ്ങളെ കുറിച്ചും ശ്രീപത്മനാഭ ക്ഷേത്രത്തിലെ ഉത്സവത്തെ കുറിച്ചൊക്കെ ഒരു നല്ല വിശദീകരണം സാറ് തന്നു. സാർ എടുത്തു പറഞ്ഞത് സാറിന്റെ അമ്മയെ കുറിച്ചും അച്ഛനെ കുറിച്ചും ഒക്കെ പറഞ്ഞത് എനിക്ക് ഒത്തിരി നന്നായിട്ട് തോന്നി. സാറിന്റെ അമ്മയെ കുറിച്ച് സാറ് പറഞ്ഞു, ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ഉള്ളതിനേക്കാൾ സന്തോഷം അവൻ വളരെ നല്ല നിലയിലാകുമ്പോൾ ഒരമ്മയ്ക്ക് ലഭിക്കും എന്ന സാറിന്റെ ഓർമ്മപ്പെടുത്തൽ എല്ലാവരെയും ചിന്തിപ്പിക്കത്തക്ക ഒരു കാര്യമായി എനിക്ക് തോന്നി. അതുപോലെ സാറിന്റെ കഠിനാധ്വാനം, സാറ് ചെറുപ്പത്തിലെ തന്നെ ഹോം ട്യൂഷൻ എടുത്തും അച്ഛനെ കടയിലൊക്കെ സഹായിച്ചും ഒക്കെ നല്ല നിലയിൽ എത്തിച്ചേരാനായിട്ട് സാറിന് സാധിച്ചു. അതിനോടൊപ്പം തന്നെ അച്ഛനെയും അമ്മയൊക്കെ ശുശ്രൂഷിക്കാനും അച്ഛനോടൊപ്പം കഴിയാനും സാറിന് സാധിച്ചു. അതുപോലെ സാറിന്റെ റോൾ മോഡൽ അച്ഛനായിരുന്നു എന്ന് പറഞ്ഞു. ഏത് സാഹചര്യങ്ങളെയും നേരിടാൻ അച്ഛൻ തന്ന കരുത്തിനെ കുറിച്ച് സാർ എടുത്തു പറഞ്ഞു. പിന്നെ സാറിന്റെ പുസ്തക പ്രകാശനത്തെ കുറിച്ച് പറഞ്ഞതിലൂടെ തന്നെ സാർ ഒരു നല്ല എഴുത്തുകാരനാണെന്ന് നമുക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ ടീച്ചർ ഓട്ടോഗ്രാഫിൽ എഴുതാൻ തന്ന വാചകം ബി ട്രൂ ടു യുവർ സെൽഫ്, നീ നിനക്ക് സത്യസന്ധനായിരിക്കുക എന്ന വാചകം സാറിന്റെ ജീവിതത്തെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞത് വളരെ ചിന്തിക്കത്തക്ക ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സാറിന്റെ മുന്നോട്ടുള്ള ജീവിതയാത്രയ്ക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. ഓക്കെ, അപ്പോ ആലപ്പുഴയും കഴിഞ്ഞു. നമ്മള് കോട്ടയത്തേക്ക് പോകുന്നു. ഔദ്യോഗികമായി അവസാനം പ്രദീപ് സാറ് സംസാരിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ അവതരണം അപ്പോൾ നടക്കും. ഈ അവസരത്തില് രാധ ചേച്ചിക്ക് സംസാരിക്കാം. പറയാം സാറേ. ഗുഡ് മോർണിംഗ് എവരിബഡി. മോഹൻദാസ് സാറിന്റെ സെഷൻ അതിഗംഭീരം എന്ന് മാത്രമേ പറയാനുള്ളൂ. അത്ര ധവത്വം അതുപോലെ വിജ്ഞാനപ്രദവും കൂടി. സാധാരണ എല്ലാവരും അവരുടെ ജീവിതത്തിലെ കുറെ കാര്യങ്ങളാണ് പറയാറ്. സാറ് ഒരുപാട് കാര്യങ്ങള് തിരുവനന്തപുരത്തെ പറ്റിയാണെങ്കിലും തമിഴ് ഭാഷയെ പറ്റിയാണെങ്കിലും എല്ലാം വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. സാറിനെ അടുത്തറിയാൻ പറ്റിയത് കഴിഞ്ഞ പ്രാവശ്യം ഫിലോമിനാജി നാട്ടിലുള്ളപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ദിവസം സാറ് നേരിട്ട് കാണണം ഫിലോമിനാജി എന്ന് പറഞ്ഞ് എറണാകുളത്ത് നിന്ന് ഇവിടെ എത്തുകയുണ്ടായി. അപ്പോഴാണ് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് മനസ്സിലായത്. എപ്പോഴും സാറിനെ ദൂരെ നിന്ന് കാണുമ്പോൾ വലിയൊരു സാഹിത്യകാരൻ അല്ലെങ്കിൽ ബാങ്ക് മാനേജർ എന്നൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷെ എന്ത് സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ കൂടെ ചേരുകയും നമ്മളെ കൊടുത്ത ആഹാരമൊക്കെ എന്ത് കൊടുത്താലും സാറ് കഴിക്കുമായിരുന്നു. എന്നാ വളരെ സിമ്പിളായിട്ട് ഇത്രയും ഇടപെടുന്ന ഒരു വ്യക്തിയാണെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. സാറിനെ എല്ലാവരും പുനർനവയിലെ എല്ലാവർക്കും സാർ അതുപോലെയാണ്. പുനർനവയ്ക്ക് കിട്ടിയ ഒരു അമൂല്യ നിധി എന്ന് തന്നെ സാറിനെ പറ്റി പറയാൻ എനിക്ക് തോന്നുകയാണ്. അതുപോലെ തന്നെ സാറിന്റെ ആ തിരുക്കുറളിലുള്ള അഗാധ പാണ്ഡിത്യം, അത് സാറിന്റെ ഓരോ സെഷനിൽ സാറ് എടുക്കുന്ന ക്ലാസ്സുകളെ പറ്റിയൊക്കെ നമ്മുടെ ഇതിനകത്ത് ഇടാറുണ്ട്. അത്രയും അഗാധ പണ്ഡിതനും കൂടിയാണ് ഈ കാര്യത്തിൽ സാർ എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതുപോലെ അത് ഈ സെഷനിലെ കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. സാറിന്റെ എല്ലാ ഈ ജീവിതയാത്രയിലും ഇപ്പോഴാണേലും സാർ വെറുതെ ഇരിക്കുന്നില്ല. വളരെ
സജീവമായിട്ട് തന്നെ റിട്ടയർമെന്റ് ജീവിതവും കൊണ്ടുപോകുന്ന സാറിന് എല്ലാം നല്ലതും നന്മയും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഓക്കെ, കോട്ടയംകാരെ ഇനിയും രമ്യാജി ഇറങ്ങിയോണ്ടോ? ഇല്ല. ജയശ്രീ? സാറേ ഞാനുണ്ട്. ഓക്കെ ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. മോഹൻദാസ് സാറ് ഇത്രയ്ക്ക് ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു എന്ന് അറിഞ്ഞിരുന്നില്ല. ഈ ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇത്രയും നല്ല ഒരു മനുഷ്യനെ, ഇത്ര സിമ്പിളായിട്ടുള്ള ഇതുപോലെ അറിവുകളുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള നല്ല ഒരു അച്ഛൻ്റെ റോള്, മോൻ്റെ റോള് ഒക്കെ നല്ല ഒരു സാറിനെ നമ്മുടെ ഗ്രൂപ്പിൽ കിട്ടിയതിൽ ഞാൻ ഒരുപാട് സാറിനെ ഇത്രയും അറിഞ്ഞിരുന്നില്ല. സാർ ഇങ്ങനെ ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു എന്ന് അറിഞ്ഞിരുന്നില്ല. സാറിനെ ആദ്യമായിട്ട് കാണുന്നത് ചെറായിലെ ആ പ്രോഗ്രാമിലായിരുന്നു. പക്ഷെ അന്ന് തന്നെ നോട്ടീസ് ചെയ്തിരുന്നു നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു സാറായിരുന്നു എന്ന്. പക്ഷേ കൂടുതലൊന്നും സാറിനെ കുറിച്ച് അറിയില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ സാറിൻ്റെ ഓരോ റൈറ്റപ്പൊക്കെ വരുമ്പം സാഹിത്യത്തോടുള്ള ഇഷ്ടം, ആ എഴുത്തിനോടുള്ള ഇഷ്ടം, എഴുത്തിൻ്റെ പ്രത്യേകത അതൊക്കെ നോട്ടീസ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ നന്നായിട്ട് എഴുതുന്നയാൾ അങ്ങനെയൊക്കെ ജസ്റ്റ് നമുക്ക് മനസ്സിലായിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ ഈ ഒരു വിഷയം അവതരിപ്പിച്ച് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. തിരുവനന്തപുരത്തിനെ കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്കും ആ ഒപ്പം തിരുവനന്തപുരത്തൂടെ വീണ്ടും ആ അമ്പലങ്ങളിൽ കൂടി എല്ലാം വീണ്ടും ഒന്നുകൂടെയൊക്കെ ഇന്ന് സഞ്ചരിക്കാൻ മനസ്സുകൊണ്ട് സഞ്ചരിക്കാൻ സാഹചര്യം ഒരുക്കി തന്നു. ഒരുപാട് സന്തോഷം. പിന്നെ പഠിക്കുന്ന കാലത്തൊക്കെ ആണെങ്കിലും എന്തുമാത്രം ആ ഒരു ഹാർഡ് വർക്ക് അത് എടുത്തു പറയുന്നു. അത്രയും കഷ്ടപ്പെട്ട് പഠനത്തിൻ്റെ ഇടയിൽ കൂടിയും വീട്ടിലെ കാര്യങ്ങളും പിന്നെ പേരൻസിനോടുള്ള ആ ഒരു കെയറിങ് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എന്നാൽ അച്ഛനോടുള്ള ആ ഒരു അച്ഛൻ്റെ വാക്കുകൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് പേരൻസിനെ നോക്കുന്ന ആ ഒരു രീതി, പിന്നെ നല്ലൊരു സ്വന്തം മക്കളെ, വൈഫ്, കുടുംബജീവിതം അങ്ങനെ അതിനോടൊക്കെ കാണിച്ച ആ ഒരു ഇതെല്ലാം ഇതിപ്പം നേരിട്ട് ഇന്നെ പറഞ്ഞു കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു, ഒരുപാട് അഭിമാനം തോന്നുന്നു ഇത്രയൊരു നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായ സാറിന്. പിന്നെ ലാസ്റ്റ് ആ ഒരു ടീച്ചർ എഴുതി തന്ന അത് വളരെ ഇമ്പ്രസീവായി തോന്നി. ആ ഒരു പോയിന്റ്, ബി ട്രൂത്ത്ഫുൾ ടു യുവർ സെൽഫ് എന്നുള്ളത്, അത് നമുക്ക് എല്ലാവർക്കും അതൊരു അത് കുറേ ഒരുപാട് ഞാൻ അതിനും എന്താ പറയുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ആളും കൂടിയാണ്. അതുകൊണ്ട് അത് വളരെ ആ ഒരു സെൻറ്റൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഒരുപാട് സന്തോഷം സാറിനെ കൂടുതൽ അറിയാൻ സാധിച്ചതിൽ. ഒരുപാട് ഇനിയും സാറിൻ്റെ ജീവിതത്തിൽ ഇനിയും നന്മകൾ വീണ്ടും ഉണ്ടാവട്ടെ. സാറിൽ നിന്ന് ഞങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കട്ടെ. ഒരുപാട് സന്തോഷം. ഇനിയും ജീവിതത്തിൽ നന്മകൾ മാത്രം ഉണ്ടാവട്ടെ. ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. മറ്റാരെങ്കിലും കോട്ടയത്തു നിന്ന്? ഇല്ല. അനിതാജി ഉണ്ട് സാറേ, തൊടുപുഴ. ഇടുക്കിയിലേക്ക് വരുന്നു അനിതാജി. എല്ലാവർക്കും നമസ്കാരം. മോഹൻദാസ് സാറിന്റെ സുഹൃത്തിനെ കേൾക്കാവുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. സത്യം പറഞ്ഞ സാറിന്റെ ഈ ജീവിതത്തിൽ ഒരുപാട്, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു. പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ സാധിച്ചു. എല്ലാ രീതിയിലും ഒരു ബ്ലസ്ഡ് ഫാമിലി. പിള്ളേരാണെങ്കിലും നല്ല പൊസിഷനിൽ എല്ലാവരും രണ്ടുപേരും. സാറിന് തിരുവനന്തപുരത്തെ പറ്റി സത്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, പള്ളികളെ പറ്റിയും അമ്പലങ്ങളെ പറ്റിയും ഒക്കെ നന്നായിട്ട്, തിരുവനന്തപുരത്തിന്റെ ആ പഴമയെ പറ്റിയൊക്കെ നന്നായിട്ട് പറഞ്ഞു തന്നു. തിരുവനന്തപുരം സിറ്റിയെ പറ്റി നമുക്ക് അത്ര പോയിട്ടുണ്ടെങ്കിലും വലിയ അറിവൊന്നുമില്ല. പിന്നെ അദ്ദേഹം ഈ ചുരുങ്ങിയ സമയത്തിനുള്ള എല്ലാ കാര്യങ്ങളും നല്ല തന്മയത്വത്തോടു കൂടി നന്നായിട്ടും അവതരിപ്പിച്ചു. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ സാറിനെ എനിക്ക് നേരിട്ട് പരിചയമില്ല, ഞാൻ പുതുതായിട്ട് ജോയിൻ ചെയ്തേ ഉള്ളൂ, അതുകൊണ്ട് അത്ര പരിചയമില്ല. ഇനി അടുത്ത ഗെറ്റ് ടുഗദർ വരുമ്പോ എല്ലാവരും കാണാമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിന് ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിലെ എല്ലാ രീതിയിലും നല്ല ഭാഗങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ അനിതാജി, താങ്ക് യു. ഇനി നമ്മളെ എറണാകുളത്തേക്ക് വരുമ്പോ എറണാകുളത്ത് നിന്ന് ആരെങ്കിലും ഉണ്ടോ ഇനി? സാറുണ്ട്, സരിതാജിയുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. ബാസി സാർ പറഞ്ഞു. പറഞ്ഞു സലിജാജി പറഞ്ഞു. ഓക്കെ.
എല്ലാവർക്കും നമസ്കാരം. പുനർനവയിലെ ഒരു ബഹുമുഖ പ്രതിഭയാണ് നമ്മുടെ മോഹൻദാസ് സാറ്. വായനയിലും എഴുത്തിലും ഒരുപോലെ വ്യാപരിക്കുന്ന അദ്ദേഹം വളരെ ലളിതമായിട്ട് ജീവിക്കുകയും അതുപോലെ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തിരുക്കുറലിന്റെ ക്ലാസ്സുകളാണ് ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തിരുവനന്തപുരത്തെ കുറിച്ച് അദ്ദേഹം ചരിത്രപരമായി അവതരിപ്പിച്ച് വളരെ നന്ദി പറയുന്നു. വളരെ വളരെ നന്നായി അവതരിപ്പിക്കുകയും നമുക്ക് വളരെ താല്പര്യമുണർത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രചോദനം പകരാനും സാറിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി സാർ. താങ്ക് യു. പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ അവതരണ ശൈലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മളിത് കണ്ടിരുന്നത് ഒരു റിട്ടയർഡ് ബാങ്ക് എംപ്ലോയി, പിന്നെ കൂട്ടത്തിൽ കുറച്ച് കഥകൾ എഴുതും. പിന്നെ ഇത്രത്തോളം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ഒരു ആളുടെ കൈവശം ഇത്രയൊക്കെ കഴിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ ഇന്ന് അവതരിപ്പിച്ചു. എൻ്റെയൊക്കെ ധാരണ എന്ന് വെച്ചാൽ ഞാനൊക്കെ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളതാണ് കുടുംബത്തിനും മക്കൾക്കും വേണ്ടി. പക്ഷെ ഒന്നുമല്ല എന്നുള്ളത് മോഹൻ സാറ് തെളിയിച്ചിരിക്കുകയാണ്. മോഹൻ സാറിന് ഇനിയും നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പോ എറണാകുളം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഇനിയും നമുക്ക് പാലക്കാട് കഴിഞ്ഞുപോയി. മലപ്പുറത്തുനിന്ന് സാറില്ല എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, കോഴിക്കോട്ടേക്ക് വരട്ടെ. മൂർത്തി സാർ. ഉണ്ടല്ലോ. സാറേ, ഒരു 5 മിനിറ്റ് സമയം തരണേ. കേൾക്കുന്നുണ്ടോ? സാറേ, വേറെ ആർക്കെങ്കിലും പറയാണ്ടേ പറയാം സാറേ. ഓക്കെ, പിന്നെ നമ്മൾ ഇനി കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ കണ്ണൂരിലേക്ക് പോകും. കണ്ണൂരിൽ നിന്ന് പുഷ്പലതാജി. ഹലോ സർ, നമസ്കാരം. സാറിനെ കൂടുതൽ പരിചയമൊന്നുമില്ല എനിക്ക്. ചെറായിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഒരു ബഹുമുഖ പ്രതിഭയാണ് എന്നുള്ളത് മുന്നേ അറിയായിരുന്നു. അപ്പൊ അത് ഒന്നാമത്തത് അച്ഛനെയും അമ്മേനെയും കുറിച്ചുള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് പറഞ്ഞത്. രണ്ടാമത് ഒരു തിരുവനന്തപുരത്തിന്റെ ഒരു ചരിത്രം. ഇപ്പൊ കണ്ണൂരിനേക്കാളും എത്രയോ വലുതാണ് തിരുവനന്തപുരം എന്നുള്ളത്, അവിടെ ഉള്ളത് എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇതുവരെ കൂടുതൽ പരിചയപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു സങ്കടം ഇപ്പോഴുള്ളത്. അധികം ഒന്നും വർത്തമാനം പറയാനോ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല എനിക്ക് ഇതുവരെ ഈ സാറ് പറഞ്ഞതിന് ശേഷം. ഏതായാലും ഇത്രയും ആൾക്കാരെല്ലാം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഞാനും മനസ്സിൽ കാണുന്ന ഈ ഒരു വ്യക്തിയോട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ്. നമസ്കാരം. ഓക്കെ, കണ്ണൂരിൽ നിന്ന് ബിന്ദു സി വി. ഇല്ല, ഒരു എക്കോ വരുന്നേ. വീഡിയോ ഓഫ് ആക്കിയിട്ട് ചെയ്യില്ലേ? എല്ലാവർക്കും നമസ്കാരം. ഉണ്ട് സാർ. പറഞ്ഞു. നെറ്റ് വളരെ നന്നായിരുന്നു മോഹൻദാസ് സാർ. സാറിന് ഇതുവരെ പരിചയപ്പെടാൻ സാധിച്ചില്ല. പിന്നെ സാറ് ഈ തിരുവനന്തപുരത്തെ ക്ഷേത്രങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞത്, അതായത് ഞാൻ സർവീസിൽ വന്ന സെക്രട്ടേറിയറ്റിലായിരുന്നു. അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് ഈ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ അവധി ദിവസങ്ങളിലൊക്കെ പോയിരുന്നു. അപ്പൊ സാറിപ്പോ ആ പത്മനാഭസ്വാമി ക്ഷേത്രവും പിന്നെ ഗണപതി ക്ഷേത്രവും ഹനുമാൻ ക്ഷേത്രമൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അന്നാ പോയത് ഒരു 10-25 വർഷം മുമ്പ് ആ ക്ഷേത്രങ്ങളിലൊക്കെ പോയത് ഒന്നുകൂടി ഒന്ന് ഓർമ്മ വന്നു. അതുപോലെ സാറിന്റെ ഈ തിരുക്കുറൽ ക്ലാസ് ഞാൻ
കേൾക്കണം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ സമയക്കുറവ് കാരണം ഇതുവരെ ക്ലാസ്സിൽ കയറാൻ പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തീർച്ചയായിട്ടും ആ ക്ലാസ്സിൽ കയറുന്നത്. കാരണം എനിക്ക് എൻ്റെ കയ്യിൽ ബുക്ക് ഉണ്ട്, പക്ഷെ തമിഴായതുകൊണ്ട് നമുക്ക് അത്രയും വശമില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ആ ക്ലാസ്സിൽ അടുത്ത് തന്നെ ഞാൻ കയറുന്നതായിരിക്കും. എന്തായാലും സാറിന് നല്ലൊരു കുടുംബസ്നേഹിയാണെന്ന് മനസ്സിലായി. ജോലിയും അച്ഛനെ സഹായിക്കുന്ന ആ ഇതും എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു മനോഭാവം വളരെ എന്തുകൊണ്ടും നല്ലതാണ്. എന്തായാലും സാറിന് ഇനിയുള്ള ജീവിതത്തിലും എല്ലാവിധ ആശംസകളും നേരുന്നു സർ. താങ്ക് യു. ഓക്കെ. ഈ കണ്ണൂരിൽ നിന്ന് ഇനി ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ അകത്ത്? നമസ്കാരം സർ. ഓക്കെ, വിനോദ് സാറുണ്ട്. വിനോദ് ഓക്കെ, എന്നെ മറന്നു. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഇന്നത്തെ സുഹൃത്തുക്കളെ കേൾക്കാവുന്ന പരിപാടിയിലൂടെ ജീവിത അനുഭവങ്ങൾ വളരെ നന്നായി വിവരിച്ച നല്ലൊരു സുപ്രഭാതം സമ്മാനിച്ച മോഹൻദാസ് സാറിന് ആദ്യമായി നന്ദി പറയട്ടെ. സാറിൻ്റെ വേറിട്ട ഒരു അനുഭവമായിരുന്നു സാറ് വിവരിച്ചത്. കൂടാതെ തിരുവനന്തപുരത്തെ പറ്റിയും നല്ല രീതിയിൽ അദ്ദേഹം വിവരണം തന്നിരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ പല പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി വിവരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചിട്ട് തിരുവനന്തപുരം എങ്ങനെ തിരുവനന്തപുരം എന്ന പേര് വന്നത് എന്ന് ഞാൻ സാറിൻ്റെ ഇപ്പോഴുള്ള പ്രഭാഷണത്തോടെയാണ് എനിക്ക് മനസ്സിലാകാൻ പറ്റിയത്. പിന്നെ ഇതിനു മുമ്പ് എല്ലാവരും നന്നായിട്ട് സാറിനെ പറ്റി പറഞ്ഞു, ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ നല്ലൊരു സാറിൻ്റെ ജീവിത അനുഭവങ്ങൾ വിവരിച്ചപ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി ഒരു മോട്ടിവേഷൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ ബാല്യകാലത്തും അതിനുശേഷമുള്ള സ്ട്രഗിളും അതിൻ്റെ സാറിന് ഉണ്ടാക്കിയ അച്ചീവ്മെൻറ്റും സാറിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്കും കൂടി ഒരു മോട്ടിവേഷനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് വളരെ സുഖമായിട്ടും സന്തോഷപരമായിട്ടും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ. ഇനിയും അത്തരത്തിൽ കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? കേരളത്തിന് പുറത്തുള്ള ആളുകൾക്ക്, ഈ വിദേശികൾക്ക് മൊത്തത്തിൽ അസൗകര്യമായി പോയി. പ്രസീതാജി ഉണ്ടോ ബാംഗ്ലൂർ? ഇല്ല. ഓക്കെ. അപ്പോ ഏകദേശം ഇന്ന് പങ്കെടുത്തതിലെ എല്ലാവരും തന്നെ പ്രതികരിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആരെങ്കിലും മൂർത്തിജിയുടെ പ്രതികരണം, അതുപോലെ ചന്ദ്രികാജി സ്വാഗതം പറഞ്ഞെങ്കിലും പ്രതികരണം കിട്ടിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാണ്. ഈ രണ്ടുപേർക്കും മൂർത്തിജി ഉണ്ടെങ്കിൽ ആദ്യം മൂർത്തിജി പോരും. ഓക്കെ ഓക്കെ, എന്നാ വേണ്ട. ചന്ദ്രികാജി ബഹുമുഖ പ്രതിഭയായ മോഹൻ സാറിന് ഇനിയും കർമ്മനിരതനായി മുന്നോട്ട് പോകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി സർ. ഓക്കെ. അപ്പോ മിക്കവാറും എല്ലാവരും തന്നെ ആയി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനിയും നമ്മൾ പ്രദീപ് സാറിലേക്ക് പോകും. അതിനു മുമ്പ് ഇന്ന് ഞാനും വളരെ അസ്വസ്ഥനായിരുന്നു. പിന്നെ ഞാൻ വളരെയേറെ ആശങ്കയിലാണ് ഈ സമയം വരെയും ഇരുന്നു കൊണ്ടിരുന്നത്. എങ്കിലും ദൈവം അനുഗ്രഹിച്ചു. അതും ഒരുപക്ഷെ ഈ ഗ്രൂപ്പിന്റെ ഒരു നന്മയും മോഹൻ സാറിന്റെ ഒരു നന്മയുമായിട്ട് ഞാനതിനെ കരുതുന്നു. എൻ്റെ ഏറ്റെടുത്ത ഒരു ജോലി ഭംഗിയായി നിർവഹിക്കണമെന്നുള്ള പറ്റുന്നിടത്തോളം എന്നുള്ള ഒരു വല്ലാത്ത ആഗ്രഹം മനസ്സിൽ നിൽക്കുന്നുണ്ടാണ്. അതുപോലെ തന്നെ മോഹൻ സാറിനോട് എനിക്ക് വലിയ മറ്റ് കടപ്പാടുണ്ട്. എനിക്ക് എൻ്റെ ആരോഗ്യ കാര്യത്തിൽ പലരും ഈ ഗ്രൂപ്പിലുള്ളവര് വളരെ ശ്രദ്ധാലുക്കളാണ് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ ഗ്രൂപ്പിനോട് എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതിൽ ഈ നയനാർ സാർ എന്നെ ഒരിക്കല് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട, അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ഒരു ഡോക്ടർ നല്ലതായിരിക്കും എന്നുള്ള ഒരു നിലയിൽ എന്നെ വിളിച്ചു വരുത്തുകയും അവിടുത്തെ മുഴുവൻ കാര്യങ്ങൾ അദ്ദേഹം തന്നെ ഏറ്റെടുത്ത് നിർവഹിക്കുകയും ചെയ്തത് ഞാനിപ്പോൾ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു നന്മ മനസ്സായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. അത് കഴിഞ്ഞിട്ട് റീസെന്റ് ഈ കഴിഞ്ഞ ഞായറാഴ്ച അദ്ദേഹം എറണാകുളത്ത് നിന്ന്
ഇതുപോലെ തന്നെ മറ്റൊരു ഡോക്ടറെ, ഒരു പ്രത്യേകതയുള്ള ഒരു ഡോക്ടറെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. അദ്ദേഹം തന്നെ അത് ഏറ്റെടുത്തു. ഞാൻ അദ്ദേഹത്തെ കൊണ്ട് വന്നോളാം. അങ്ങനെ അതിനുവേണ്ടി അദ്ദേഹം ഈ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനില് പിന്നെ എറണാകുളത്ത് അതിനു വേണ്ടി വരികയും വന്ന് എല്ലാം മകനെ ഏർപ്പാട് ചെയ്ത് വണ്ടിയെല്ലാം ഇടപാട് ചെയ്ത് അവര് വരാനിരുന്നു. അന്ന് തലേന്ന് ഈ ഡോക്ടറെ ഒരു വണ്ടി ആക്സിഡന്റിൽ പെട്ടുപോയി. അങ്ങനെ അദ്ദേഹത്തിന് വരാൻ പറ്റും. അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കുന്നു അദ്ദേഹം തന്നെ. അപ്പൊ എനിക്ക് അവിടെ ഒന്നും വന്ന് ഡോക്ടറെ കാണാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം, ഞാൻ കൊണ്ടുവന്നോളാം എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ എത്രയോ വലിയ മനുഷ്യനായിട്ടൊക്കെ എനിക്ക് അദ്ദേഹത്തോട് തോന്നി. ഈ പറഞ്ഞ വാക്കുകൾക്ക് അപ്പുറം അദ്ദേഹത്തിൽ ഒരുപാട് നന്മയുണ്ട് എന്നുകൂടെ ഞാനൊന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ബഹുമാന്യനായ നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് സാറ് അദ്ദേഹത്തോടും കടപ്പാട് അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇതിന്റെ മൊത്തത്തിലുള്ള നന്ദി പ്രകാശനത്തിനും അദ്ദേഹത്തിന്റെ വിലയിരുത്തലിനുമായിട്ട് ക്ഷണിക്കുന്നു. സാറേ ഞാനുണ്ട് കേട്ടോ. ആ ഉണ്ടോ? ഓക്കെ. അപ്പൊ ഈ ക്ഷണം അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിട്ട് ഓക്കെ പറഞ്ഞോളൂ. മോഹൻദാസ് സാറിനും പുനർനവയിലുള്ള എല്ലാവർക്കും നമസ്കാരം. സാറിനെ കൂടുതൽ പരിചയപ്പെടാനിടയായത് ചെറായിലെ നമ്മുടെ ഗെറ്റ് ടുഗദറിൽ വെച്ചിട്ടാണ്. അന്ന് സാറ് തന്നൊരു കൊച്ചു പുസ്തകമുണ്ട്, കാടെല്ലാം പിച്ചിപ്പൂ എന്ന് പറഞ്ഞിട്ട്. ഞാനതൊരു സാധാരണ പുസ്തകമായിട്ട് മാത്രമേ കരുതിയിരുന്നുള്ളൂ. പിന്നീട് അതിലെ ഓരോ കഥകൾ വായിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ മനോഹരമായ കഥകൾ അടങ്ങിയൊരു പുസ്തകമായിരുന്നു അത്. ഇന്ന് നമ്മൾ സാറിൻ്റെ ജീവിതയാത്ര മുഴുവൻ കേട്ടു. സാറ് സ്വന്തം ജീവിതത്തെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിത പരിസരങ്ങളെ, തിരുവനന്തപുരത്തിനെയും കരമനയാറ്റിനെയും പത്മനാഭസ്വാമിയെയും, അതുപോലെ വളരെ സ്വച്ഛമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജീവിതം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കഥയാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. ആ കാലടി എന്ന് പറഞ്ഞുള്ള കാലടിപ്പുഴയുടെ തീരത്തുള്ള കഥ എപ്പോഴും ഓർമ്മ വരാറുണ്ട്. ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ചെറുകഥകളെന്നാണത്. കാലടിപ്പുഴയുടെ തീരത്തുള്ള ഒരു ആശ്രമത്തിൽ സമാധാനത്തിന് വേണ്ടി ധ്യാനിച്ചുകൊണ്ടിരുന്ന ഒരാൾ, അയാൾ അവിടെ ആ ആശ്രമത്തിനടുത്തുള്ള കടവിൽ കാണാൻ വന്ന 2 പെൺകുട്ടികളെ ആ പുഴയുടെ ഒഴുക്കിൽ നിന്ന് എവിടെ ഒന്നും ഓടി വന്ന് രക്ഷിക്കുകയാണ്. പിന്നീടാണ് കഥയുടെ ഒരു ഓ ഹെൻറി ട്വിസ്റ്റ് പോലെ പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ കുട്ടികളെ രക്ഷിച്ച ആൾ തന്നെയാണ് ഇവരുടെ അച്ഛനെ അന്ന് പത്മതീർത്ഥക്കുളത്തിൽ വെച്ച് കൊലപ്പെടുത്തിയതെന്നുള്ള സത്യം. ജീവിതത്തിൻ്റെ മായാജാലങ്ങളെ, വിസ്മയങ്ങളെ, നഷ്ടങ്ങളെ ഒക്കെ നമുക്ക് വെളിവാക്കി തരുന്ന ഒരു അത്ഭുതജനകമായ, വളരെ അപൂർവമായിട്ടുള്ളൊരു കഥയായിട്ടാണ് ഞാനതിനെ വിലയിരുത്തുന്നത്. അങ്ങനെയുള്ളൊരു മഹാനായ ഒരു കഥാകാരൻ കൂടിയാണ് അദ്ദേഹം. നമ്മുടെ കൂടെ അദ്ദേഹം ഉണ്ടെന്നുള്ളത് നമ്മുടെ സൗഭാഗ്യമാണ്. അദ്ദേഹം എന്നും തിരുക്കുറളിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആളാണ്. നമ്മുടെ ഹൃദയം ഒരു പുഷ്പമാണെങ്കിൽ അതിൽ കുടികൊള്ളുന്ന ഈശ്വരൻ്റെ സ്മരണ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എക്കാലത്തും യശസ്സും ആനന്ദവും ദീർഘായുസ്സും ലഭിക്കുന്നു. ഈശ്വര സ്മരണ എന്നാൽ സത്കർമ്മങ്ങൾ ചെയ്യുക എന്നാണ് അർത്ഥം. അതാണല്ലോ ജീവിത സാക്ഷാത്കാരത്തിന് ഇടവരുത്തുന്നത്. അദ്ദേഹത്തിന് എന്നും തിരുക്കുറളും ഈ വാക്കുകളൊക്കെ ജീവിതത്തിന് പ്രകാശമേകട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ. മുമ്പ് പറഞ്ഞ വാക്കുകളോടുകൂടി പ്രദീപ് സാറിന് സാറ് വന്നിട്ടുണ്ട്. ആരാ? ജേക്കബ് സാറ് തിരിച്ചെത്തിയിട്ടുണ്ട്. ആണോ? സാറേ പറയുവോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വെരി ഗുഡ്, വെരി ഗുഡ്. അവസാന അവസരം കിട്ടിയതിൽ അതിനേക്കാളും നന്ദിയുണ്ട്. ഞാൻ കുറച്ച് റിവ്യൂകളെ കേട്ടുള്ളൂ. ആ സാറിന്റെ അവതരണം എല്ലാം ഞാൻ കേട്ടു. ആദ്യമേ തന്നെ ഇത് 13ാമത്തെ എപ്പിസോഡായി നന്നായിട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു ആർജവം ജോഷി സാറിന് കാണുന്നതിൽ അങ്ങേയറ്റത്തെ ദൈവത്തിന് നന്ദി പറയുന്നു. സാറിന് ഇത് ഏറ്റവും ഭംഗിയായി ദീർഘനാൾ നടത്താനുള്ള ആരോഗ്യവും ആയുസ്സും ദൈവം തരട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുന്നു. പിന്നീട് നമ്മുടെ ഇന്നത്തെ താരമായിരുന്ന നായനാർ സാറിന്റെ ആ അവതരണ ശൈലി വളരെ നന്നായിരുന്നു. ആദ്യമേ തന്നെ ട്രാവൻകൂറിന്റെയും തിരുവനന്തപുരത്തിന്റെയും ഒക്കെ ആ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാമായിരുന്നെങ്കിലും
അത് ഒന്നുകൂടി ആവർത്തിക്കപ്പെട്ടപ്പോൾ അതിലൂടെ ആ പഴയ രാജഭരണ കാലത്തിലൂടെ എത്താൻ കഴിഞ്ഞതില് വളരെ സന്തോഷമുണ്ട്. തിരുവനന്തപുരത്തെ പറ്റി സത്യത്തില് ഞാനും തിരുവനന്തപുരത്ത് താമസിച്ച ആ ഒരു ഓർമ്മ, ഒരാളും തിരുവനന്തപുരത്ത് താമസിക്കാനിടയായാൽ പിന്നെ അവിടുന്ന് പോകത്തില്ല. അതേപോലെയുള്ള ഒരു നഗരിയാണ് അനന്തപുരി എന്ന് പറയുന്നത്. ആ രാജ്ഭവന്റെ മുന്നിലൂടെയുള്ള ആ രാജപാതയിലൂടെ ഒരിക്കൽ നടന്നു പോകുന്ന ഒരാൾക്ക് ആ പാതകളൊന്നും ഒരിക്കലും മറക്കാനാവുന്നതല്ല. സാറിന്റെ ജീവിതവുമായി അങ്ങനെ കൂട്ടിയിഴഞ്ഞു കിടക്കുന്ന ഒരു നഗരമാണ് അനന്തപുരി എന്ന് നമുക്കറിയാം. കരമനയാറിന്റെ തീരത്തും മ്യൂസിയവും അല്ലെങ്കിൽ അതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാറ് ആ വിമാനത്താവളത്തിലൂടെ നമ്മുടെ ആ ഘോഷയാത്ര നടക്കുന്നത് ഞാൻ നേരിട്ട് പോയി കാണാൻ ഇടയായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ച സാറിന് വളരെ നന്ദിയുണ്ട്. പിന്നെ സാറിന്റെ ജീവിതം അതൊരു വലിയ കഥയാണ്. തിരുക്കുറൾ പോലെ തന്നെ വലിയ കഥ. സാറിന്റെ ഔദ്യോഗിക ജീവിതമായാലും പിന്നെ കഥാജീവിതമായാലും എല്ലാം സുന്ദരമായി വരച്ചു കാട്ടിയ സാറിന് വളരെ ദീർഘായുസ്സും ആരോഗ്യത്തോടെ ഉള്ള ഒരു ദീർഘായുസ് സാറിനും കുടുംബത്തിനും നേരുന്നു. എല്ലാ ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. നന്ദി, നമസ്കാരം. ടീച്ചറുണ്ടോ? ടീച്ചറില്ല സാറേ, ടീച്ചറില്ല. ടീച്ചറിനൂടെ വേണ്ടി. ഓക്കെ, എല്ലാം വരവ് വെച്ചിരിക്കുന്നു. ഇനി ആരും ഇല്ല എന്നുള്ള ഒരു വിചാരത്തോടെ ഞാൻ മുമ്പ് പറഞ്ഞ സ്വാഗത വാക്കുകളെല്ലാം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രദീപ് സാറിനെ, കൂടാരപ്പള്ളിൽ കിടങ്ങൂർ സാറിനെ, മറ്റൊരു ബാങ്കറാണ്. ഓക്കെ, അപ്പൊ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാം? കേൾക്കാം. എക്കോയുടെ ഒരു ലക്ഷണം സംശയമുണ്ടോ? ഇല്ല, എക്കോ ഇല്ല, കുഴപ്പമില്ല സാറേ. ഇന്നത്തെ സുഹൃത്തിനെ കേൾക്കാവുന്ന പരിപാടി നമ്മുടെ 13ാമത്തെ എപ്പിസോഡാണ്. അതിലേക്ക് എനിക്ക് 2 കർത്തവ്യങ്ങളാണ്. ഒന്ന്, ഇപ്പൊ പയ്യെ എക്കോയായി. ഇന്നത്തെ പ്രോഗ്രാമിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം പറയുക. രണ്ടാമത്, ഇന്ന് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും തന്നെ ഔദ്യോഗികമായി കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യത്തെ ചടങ്ങിലേക്ക് കിടക്കാം. എൻ്റെ ഒരു സാറിന്റെ ഇന്നത്തെ പ്രോഗ്രാമിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്താം എന്ന് കരുതുകയാണ്. പ്രദീപ് സാറേ, ഞാൻ ഇടപെട്ടോട്ടെ. അത് ഇപ്പൊ എക്കോ വരുന്നുണ്ട്. 2 ഡിവൈസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റും, പക്ഷെ 2 വട്ടം കേൾക്കുന്നുണ്ട്. 2 വട്ടം എക്കോ ഉണ്ട്. എക്കോ അതെ ഞാൻ പറഞ്ഞു. അതെ, ഒരു സെക്കൻഡ്. എന്താണ് പിക്ചറൊക്കെ ക്ലിയർ ആണ്, ബാക്കി എല്ലാം ക്ലിയറാ. പക്ഷേ ഇപ്പൊ എക്കോ ഉണ്ടോ? ഇപ്പൊ ഇല്ല. ശരി. ഞാൻ 2 സെറ്റ് എൻ്റെ ഓണാണ്. അതാണ്. സാർ ഒരു സൈഡിലായിരിക്കുന്നത്, ഇത് നടുക്കോട്ടായിട്ടൊന്നും. ഓക്കെ. ഇപ്പൊ എല്ലാം റെഡിയാണ്. കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കും. ഉണ്ട്. ഓക്കെ സാർ. ഇന്നത്തെ നനാർ സാറിന്റെ ഇന്നത്തെ പ്രോഗ്രാം വളരെ ഗംഭീരമായിരുന്നു. അതിനകത്ത് എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് പറയാനുള്ളത് വെച്ചാൽ, എന്നെപ്പോലെ അദ്ദേഹം ഒരു ബാങ്കറാണ്. ഏകദേശം 3-3.5 കൂടുതൽ അദ്ദേഹം ഒരേ ബാങ്കിൽ തന്നെയാണ്, സ്റ്റേറ്റ് ബാങ്കിൽ വർക്ക് ചെയ്തു. അവസാന ഘട്ടത്തിൽ മാത്രമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായിട്ട് ഒരു മെർജറൊക്കെ വരുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ കരിയർ പടിപടിയായിട്ട് ഒരു കരിയറിലെ ഉയർച്ച നമുക്ക് അദ്ദേഹം അതിനെപ്പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട മകരപ്പൊങ്കലിന്റെ കാര്യമൊക്കെ പറയുകയും
പൊങ്കൽ ഉത്സവത്തിനെ പറ്റി പറയുകയും അപ്പം എനിക്ക് കാടെല്ലാം പിച്ചിപ്പൂ എന്നുള്ള ആ ഒരു കഥാസമാഹാരത്തിന്റെ ആദ്യത്തെ കഥയിൽ വായിച്ചതിനെ പറ്റി എനിക്ക് അതൊന്ന് താരതമ്യം ചെയ്യാൻ സാധിച്ചു. വളരെ നന്നായിട്ട് സാറിന്റെ കാര്യങ്ങൾ, ജീവിതചര്യകൾ, വീട്ടിലെ ഇൻവോൾവ്മെന്റ്സ്, അപ്പം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ സാറിന് വീട്ടില് അച്ഛനെ സഹായിക്കാൻ പോവുക, പ്രത്യേകിച്ച് ഒരു യുക്തിവാദിയായിരുന്ന യുക്തിവാദ താല്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോയ ആണല്ലോ അച്ഛൻ. അപ്പം അദ്ദേഹത്തിൽ നിന്ന് പക്ഷെ വളരെ എന്താണ് പറയുന്നത്, ഒരു വിശ്വാസിയായ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളെന്നുള്ള നിലയിൽ അദ്ദേഹം അച്ഛനെ റോൾ മോഡലാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. പലർക്കും ഇന്നത്തെ കാലത്ത് ഈ റോൾ മോഡൽ എന്നുള്ള കൺസെപ്റ്റ് തന്നെ ഉണ്ടോ എന്നുള്ള സംശയമാണ്. അപ്പം സ്വന്തം അച്ഛനെ തന്നെ റോൾ മോഡലാക്കുക, അച്ഛനെ ഏറ്റവും നല്ല സഹായങ്ങൾ ചെയ്യുക, നമ്മൾ പഠിക്കുമ്പോൾ അച്ഛൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ട്യൂഷനൊക്കെ എടുത്ത് പഠിക്കുക, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ നമുക്ക് മാതൃകയാക്കേണ്ട, ഒരു ഹാർഡ് വർക്കിന്റെ മാതൃകയാക്കേണ്ട ഒരു ജീവിതമാണ് സാറ് നയിച്ചു വന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ എനിക്ക് സാറിനെ പറ്റി വളരെയധികം ഇംപ്രസീവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ചെറുപ്പം മുതലേ കടയിൽ ഇരുന്ന് പുസ്തകം വായിക്കുന്ന, പെട്ടിക്കകത്തിരുന്ന് ഉള്ള പുസ്തകം വായിച്ചു, ലൈബ്രറികളിലെ പുസ്തകം വായിച്ചു, അവസാനം ഈ വായനശാല പ്രസ്ഥാനം ശരിക്കും കേരളത്തിന്റെ നമ്മുടെ കഴിഞ്ഞ ഒരു സ്വാതന്ത്ര്യ സമര ആ കാലഘട്ടം മുതൽ നോക്കുമ്പോൾ ഈ 20ാം നൂറ്റാണ്ടിന്റെ ബഹുഭൂരിപക്ഷം ഭാഗത്തും കേരളത്തിലെ ഈ ലിറ്ററസിയെ പറ്റിയും കേരളത്തിന്റെ ജീവിത നിലവാരത്തിനും ഒക്കെ വലിയ ഊന്നൽ കൊടുത്ത, അതിന് ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള കാര്യം കേരളത്തിലെ ഈ വായനശാല പ്രസ്ഥാനമായിരുന്നു. ആൾക്കാരുടെ എഴുത്തും വായനയും അറിയാവുന്നുള്ളതുകൊണ്ടും കേരളത്തിലെ ജനങ്ങൾക്ക് ഏത് കോണുകളിലും ഈ ലിറ്ററസിയെ പറ്റിയുള്ള, എഴുത്തും വായനയെ പറ്റിയുള്ള പത്രങ്ങൾ വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, കവിതകൾ കേൾക്കുക, ഇങ്ങനെയുള്ള ഒരു സാംസ്കാരികമായ ഒരു പാരമ്പര്യം കേരളത്തിൽ മൊത്തമായിട്ടുണ്ട്. അപ്പം ആ സാറിന് മോഹൻദാസ്ജിക്ക് തിരുവനന്തപുരത്ത് ഈ ലൈബ്രറി പ്രസ്ഥാനമായിട്ട്, വായനശാല പ്രസ്ഥാനമായിട്ട്, അദ്ദേഹത്തിന്റെ വായനശാലയും മറ്റ് വായനശാലകളുമായിട്ടും എഴുത്തുകാരുമായിട്ടും സാഹിത്യ പ്രവർത്തകരുമായിട്ടും ഒക്കെ വളരെ അടുത്ത് ഇടപഴകാനും അത് സമൂഹത്തിന് പ്രയോജനപ്രദമായി ആ കാര്യങ്ങൾ മാറ്റിയെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, എനിക്ക് വളരെ ആദരവോടുകൂടി ഞാൻ ബഹുമാനത്തോടുകൂടി കേട്ട കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കരിയർ പ്രോഗ്രഷനെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം വളരെ സീനിയർ പൊസിഷനിലേക്ക് എത്താൻ സാധിക്കുകയും ഒരു ബാങ്കർ എന്നുള്ള നിലയിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിന്റെ ഗാംഭീര്യം എന്തുമാത്രം ഉണ്ടെന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം അദ്ദേഹം ജോഷി സാർ പറഞ്ഞ പോലെ കുട്ടികളുടെ കാര്യത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും മാറി മാറി നിൽക്കുകയും കുട്ടികളെയും പേരക്കുട്ടികളെയും ഒക്കെ വേണ്ട രീതിയിൽ പരിഗണിക്കുകയും പരിചരിക്കുകയും അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും അവർക്ക് വേണ്ടി തൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള അനാരോഗ്യത്തിന്റെ ഇടയിലും അവർക്ക് വേണ്ടിയിട്ട് വേണ്ട രീതിയിൽ സമയം കണ്ടെത്തുകയും ചെയ്യുന്ന ആളാണ് മോഹൻദാസ്ജി. അത് ഏതൊരു സീനിയർ സിറ്റിസണും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ജീവിതവും വളരെ പ്രചോദനാത്മകമാണ്, ഇൻസ്പയറിംഗ് ആണ്, മോട്ടിവേറ്റിംഗ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പ്രോഗ്രാം വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ച് അവസാനത്തെ കൺക്ലൂഡിംഗ് ആയിട്ട് പറഞ്ഞ ടീച്ചറിന്റെ കാര്യം, ബി ട്രൂ ടു യുവർ സെൽഫ്. അപ്പം നമ്മുടെ ഹെൽത്തിനെ പറ്റി കോൺഷ്യസ് ആകുക, പ്രത്യേകിച്ച് സീനിയർ ലെവലിലേക്ക് വരുമ്പോൾ, സീനിയർ പ്രായം കൂടി വരുന്ന സമയത്ത് പോസിറ്റീവായിരിക്കുക, കോൺഷ്യസ് അബൌട്ട് യുവർ ഹെൽത്ത് ആൻഡ് കൗണ്ട് എവറി പെനി. ഈ നമ്മുടെ സമ്പാദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മറ്റുള്ളവരോട് ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനുള്ള അതിനുള്ള സമ്പത്ത് നമുക്കുണ്ടായിരിക്കണം. പക്ഷെ അവസാനം പറഞ്ഞൊരു വാക്ക്, സാറിൻ്റെ തമിഴിലുള്ളൊരു വാക്ക്, അത് നമ്മുടെ ഈ പുനർനവ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതും നമ്മളതിനെ അക്ഷരാർത്ഥത്തിൽ അനുവർത്തിക്കേണ്ടതുമായ ഒരു വാക്കായി, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഗീതാജി അത് സൂചിപ്പിക്കുകയും ചെയ്തു. തങ്കം ചെയ്യാത്തത് സംഘം ചെയ്തു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും സ്വന്തമായിട്ട് എത്ര പണം കൊടുത്താലും നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്കത് ഏറ്റവും ഹൃദ്യമായി, ഏറ്റവും ലളിതമായി, സന്തോഷപൂർവ്വം അത് ചെയ്തെടുക്കാനും അതിൽ പൂർത്തീകരിക്കാനും കഴിയുന്നു എന്നുള്ളത്
അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ക്രിട്ടിക്കലാണ്. അത് നമ്മളെല്ലാവർക്കും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് എത്ര പണം ഉണ്ടെങ്കിലും എത്ര മറ്റ് ആഡംബരങ്ങളുണ്ടെങ്കിലും സംഘമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും നമ്മൾ അതിന് ഊന്നൽ കൊടുക്കണം. അതിനുവേണ്ട സഹായം അന്യോന്യം ചെയ്താൽ മാത്രമേ ആ ഒരു സംഘം നിലനിൽക്കുകയും എല്ലാവർക്കും പ്രയോജനപ്രദമായിട്ട് ആ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാനും മാറ്റിയെടുക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു സന്ദേശം കൂടെ അദ്ദേഹം ഇതിന് തന്നു. ഞാൻ ഈ 7 മണി കഴിഞ്ഞ വേളയിൽ ഞാൻ ഇനി കൂടുതൽ കമന്റുകളായിട്ട് ഇത് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ കൃതജ്ഞത പ്രകാശനത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യം തന്നെ കൃതജ്ഞത പറയേണ്ടത് മറ്റാർക്കുമല്ല, ഇത് തൻ്റെ വളരെ പരിമിതമായ ആരോഗ്യ കാര്യങ്ങൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പ്രത്യേകിച്ച് അടുത്ത ഏതാനും ദിവസങ്ങളായിട്ട് കുറച്ച് ശാരീരിക അസ്വസ്ഥതകൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഇതിനെ എത്ര ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്യുകയും അതിനെ ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് ഏറ്റവും വൃത്തിയായിട്ടും എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ പറ്റിയ രീതിയിൽ അതിനെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന, അതിനെ ചുക്കാൻ പിടിക്കുന്ന ജോഷി സാറിന് തന്നെ ആദ്യം ഞാൻ നമ്മുടെ ഈ പുനർനവയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. നയനാർ സാറിൻ്റെ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, വളരെ കൃത്യവും അതുപോലെ തന്നെ നമുക്ക് പ്രചോദനാത്മകമായ ഈ സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ നമ്മുടെ ഗ്രൂപ്പിനെ പ്രചോദിപ്പിച്ച, മോട്ടിവേറ്റ് ചെയ്ത, നമുക്ക് ഇനിയും പല കാര്യങ്ങളും നമുക്കൊരു മാർഗദർശിയായിട്ടിരുന്ന ഒരു ധാരാളം കാര്യങ്ങൾ അദ്ദേഹം നമ്മളുമായിട്ട് ഷെയർ ചെയ്ത മോഹൻദാസ് ജിക്ക് ഈ ഇന്നത്തെ പ്രോഗ്രാമിന് നന്ദി പറയുന്നതോടൊപ്പം അദ്ദേഹത്തിന് ആരോഗ്യ സൗഖ്യം നേടാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മുടെ ഈ ഇന്നത്തെ സ്വാഗതം പറഞ്ഞ ചന്ദ്രികാജിയാണ്. ചന്ദ്രികാജി നമുക്ക് പലപ്പോഴും കാണാമറയത്തിരിക്കുന്ന ഒരാളായിരുന്നു. ഇന്ന് വളരെ ഭംഗിയായി നമ്മുടെ സ്വാഗത പ്രസംഗം നടത്തുകയും മോഹൻദാസ് ജി കൃത്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പിന്നെ അതുപോലെ തന്നെ അവസാനം ഇതിൻ്റെ കമൻ്റായിട്ട് ആശംസകൾ അർപ്പിക്കുകയും ചെയ്ത ചന്ദ്രികാജിക്ക് പുനർനവയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ആദ്യ പ്രതികരണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അനിൽജി ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിൻ്റെ ആകസ്മികമായ നിര്യാണം കാരണം അദ്ദേഹത്തിന് ചില കടപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ പരിപാടിയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് ആദ്യ പ്രതികരണം വളരെ ചെറിയ ഷോർട്ട് സമയത്തിന് തന്നെ ഏറ്റെടുത്ത ഗീതാജി വളരെ കൃത്യമായി അതിനെപ്പറ്റി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ മോഹൻദാസിയുടെ വിവിധ കർമ്മ മേഖലകളെ പറ്റി, തിരുവനന്തപുരത്തെ പറ്റിയുള്ള വിവരണത്തെ പറ്റി ഒക്കെ ഗീതാജി പറയുകയും അതുപോലെ മാതാപിതാക്കളെ പോലെ പിന്നെ വേണ്ട രീതിയിൽ പരിചരിക്കുകയും ഒക്കെ ചെയ്ത മോഹൻദാസിയുടെ ജീവിതം വളരെ വളരെ ശ്രദ്ധേയമായി കേട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വായന, പിന്നെ വായനശാലയിലൂടെ വളർന്നു വന്ന താല്പര്യങ്ങൾ, എഴുത്തുകാരനാകുക, വീട്ടുകാര്യങ്ങളിൽ സഹായിക്കുക, കടയിൽ ഇടപെടുക, അതുപോലെ തന്നെ അവസാനം പറഞ്ഞ സത്യസന്ധമായ ജീവിതം നയിക്കുക എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റി ഒരു റോൾ മോഡലായിട്ട് ആണ്. അത് മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താണ് ഗീതാജി തൻ്റെ ആദ്യ പ്രതികരണം അവസാനിപ്പിച്ചത്. അതിനുശേഷം രവിയേട്ടൻ അദ്ദേഹത്തിൻ്റെ മോഹൻദാസിയുടെ ജീവിതം എല്ലാവർക്കും പാഠമായിരിക്കുന്നു, അദ്ദേഹത്തിന് സർവ്വ ഐശ്വര്യങ്ങളും നേരുകയും ചെയ്തു. ഹരിജി മോഹൻദാസിയെ പറ്റി ഒരു ബഹുമുഖ പ്രതിഭയായിട്ട് വിശേഷിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഗണിതവും സാഹിത്യവും രണ്ട് വിവിധ മേഖലകളാണെങ്കിലും, വിവിധ അന്യോന്യം ഇടകലരാത്ത മേഖലകളാണെങ്കിലും അത് വളരെ അപൂർവമായി അത് ഒരുമിച്ച് ചേരുന്ന ഒരു കാഴ്ചയാണ് മോഹൻദാസിയിൽ കാണാൻ സാധിച്ചത് എന്ന് പറയുകയും അദ്ദേഹം മോഹൻദാസിയെ നല്ലൊരു മോട്ടിവേറ്ററായിട്ട് കാണുന്നു എന്ന് അറിയിക്കുകയും ചെയ്തു. ഹരിജിക്കും രവിയേട്ടനും ഗീതാജിക്കും ഈ പ്രതികരണത്തിന് നന്ദി അർപ്പിക്കുന്നു. ഹമീദാജി തിരുവനന്തപുരത്തെ ചരിത്രത്തെ പറ്റി സംസാരിച്ചു. പ്രത്യേകിച്ച് തമിഴിൻ്റെ ഒരു
ഇഴയെടുപ്പം ഇവർ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്നു. പക്ഷെ എന്നാലും മോഹൻദാസ്ജിയുടെ ഈ ക്ലാസ്സുകളൊക്കെ ഒന്നും വേണ്ട രീതിയിൽ കേൾക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല എന്നാണ് ഹമീദാജി പറയുന്നത്. ഹമീദാജി മോഹൻദാസ്ജിക്ക് എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും നേരുകയും മോഹൻദാസ്ജിക്ക് എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും നേർന്ന ഹമീദാജിക്കും ഈ മീറ്റിങ്ങിന്റെ പങ്കെടുത്തതിനും അഭിപ്രായം പറഞ്ഞതിന് നന്ദി അർപ്പിക്കുകയാണ്. നിസാജി മോഹൻദാസിനെ പറ്റി വളരെ പ്രത്യേകിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെ പറ്റിയും വായനാശീലത്തെ പറ്റിയും അത് അത്ഭുതം ഉളവാക്കുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ബഹുമാനീയനായ ഒരു വ്യക്തിയായിട്ട് നിസാജി ചിത്രീകരിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. നിസാജിക്കും നന്ദി അർപ്പിക്കട്ടെ. സിന്ധുജിയാണ് അടുത്തതായിട്ട് സംസാരിച്ചത്. നല്ല അച്ഛൻ, മക്കളെയും കൊച്ചുമക്കളെയും നന്നായി പരിചരിക്കുന്ന ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ മോഹൻദാസ്ജിക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുകയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കുകയും പ്രതികരിക്കുകയും ചെയ്ത സിന്ധുജിക്കും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. സുനിതാജി പറഞ്ഞത് തിരുവനന്തപുരത്തിനെ പറ്റിയുള്ള വിവരങ്ങൾ പലതും അറിവുള്ളതാണെങ്കിലും കൂടുതൽ അറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേർന്ന സിന്ധുജിക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. ബിന്ദുജി തിരുവനന്തപുരത്തെ ക്ഷേത്രങ്ങളെ പറ്റിയും പ്രത്യേകിച്ച് പഴവങ്ങാടി ക്ഷേത്രത്തെ പറ്റിയും നല്ല രീതിയിൽ മനസ്സിലാക്കി തന്ന മോഹൻദാസ്ജിക്ക് ആയുരാരോഗ്യ സൗഖ്യം നേരുകയും ചെയ്തു. ബിന്ദുജിക്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ അംബികാജിയായിരുന്നു സംസാരിച്ചത്. അംബികാജി മോഹൻദാസ്ജിയെ പറഞ്ഞത്, മോഹൻദാസ്ജിയുടെ അവതരണത്തെ പറ്റി പറഞ്ഞത് കാവ്യാത്മകമായ അവതരണം എന്നാണ്. ബാങ്ക് ജീവനക്കാരിലെ കാർക്കശ്യം ഇല്ലാത്ത, ഒരുപക്ഷെ അതിന് കാർക്കശ്യക്കാരൻ ഒരുപക്ഷെ ഞാനായിരിക്കും എനിക്ക് തോന്നുന്നു, കാർക്കശ്യമില്ലാത്ത ഒരു ബാങ്ക് ജീവനക്കാരനായിട്ട്. സാറിന് മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പൊതുവെ ബാങ്കിൽ നമ്മളെല്ലാവരും ഒത്തിരി പ്രാവശ്യം പോകുന്നവരാണല്ലോ. അപ്പൊ പൊതുവെ അവരിൽ കാണുന്ന ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. സാറിന് മാത്രം ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. മാത്രം ഉദ്ദേശിച്ചില്ല, അവൻ മറ്റു പലരെയും കൂടെ എന്റെ കൂടെ ചേർത്തിട്ടുണ്ടെന്ന് അർത്ഥം. എന്തോ ഒന്ന് കുത്തി പറഞ്ഞതുപോലെ ഉണ്ട് സാറേ, എന്തോ ഒന്ന് കുത്തി പറഞ്ഞതുപോലെ ആ ചർച്ച പിന്നീട് സാറ് തുടരട്ടെ. ഓക്കെ. അപ്പം ഈ ബാങ്ക് ജീവനക്കാരിൽ സാധാരണ കാണുന്ന കാർക്കശ്യം അദ്ദേഹത്തിൽ കാണുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള പെരുമാറ്റ രീതി. അപ്പൊ അതില് അതിനോട് വലിയ ആദരവുള്ളതായിട്ട് അംബികാജി പറയുകയും ആ അംബികാജിക്ക് ആ പ്രതികരണത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ജോഷി സാറാണ് പിന്നെ സംസാരിച്ചത്. ജോഷി സാർ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ജോഷി സാർ ഈ പ്രോഗ്രാമിന്റെ എല്ലാമാണ്, ചുക്കാൻ പിടിക്കുന്ന ആളാണ്. എല്ലാ നിയന്ത്രണങ്ങളും എല്ലാ ഡയറക്ഷൻസും ജോഷി സാറിന്റെ കൺസെപ്റ്റിൽ നിന്ന് വരുന്നതാണ്. അതിന് വളരെ ശ്രദ്ധേയമായ രീതിയിൽ, വളരെ അഭിനന്ദനാർഹമായ രീതിയിൽ അദ്ദേഹം ഇതിനെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ജോഷി സാറ് മോഹൻദാസിയെ പറ്റി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒന്ന്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ലളിതമായ ജീവിതം നയിക്കുന്ന ആള്, മനുഷ്യസ്നേഹിയാണ്, മഹത് വ്യക്തികളുമായിട്ടുള്ള അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് ഇന്ന് ഈ സമയപരിധിക്കുള്ളിൽ വെട്ടിച്ചുരുക്കി അദ്ദേഹം അവതരിപ്പിക്കായിരുന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തതുണ്ട്, ഒരു നന്മമനസ്സിന്റെ ഉടമയായിട്ട് ജോഷി സാറിന്റെ കാര്യങ്ങളിൽ, ജോഷി സാറിന്റെ ആരോഗ്യ കാര്യങ്ങളിൽ അദ്ദേഹം ഡോക്ടർമാരെ അല്ലെങ്കിൽ അതുപോലെ പരിചരിക്കാൻ പറ്റിയ ആൾക്കാരെ പരിചയപ്പെടുത്തുകയും അവരെ കൊണ്ടുവന്ന് വ്യക്തിപരമായ താല്പര്യം എടുത്ത് കൊണ്ടുവരികയും ജോഷി സാറിന്റെ ആരോഗ്യ പരിചരണത്തിന് വളരെ കാര്യമായ ഒരു ഇടപെടൽ നടത്തുകയും ചെയ്ത ആളാണ്. അദ്ദേഹത്തിനെ ജോഷി സാർ വളരെ ആദരപൂർവ്വം ഇക്കാര്യത്തിൽ ഇന്ന് ഇവിടെ നമ്മുടെ പുനർനവ വേദിയിൽ സ്മരിക്കുകയുണ്ടായി. ജോഷി സാർ ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂസിയാമ്മജി ആണ് അടുത്ത് ഒരു പ്രതികരണം നടത്തിയത്. സാഹിത്യ ഭംഗിയോടെ അവതരിപ്പിച്ചു എന്ന് ലൂസിയാമ്മജി പറയുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രം, രാജാക്കന്മാരെ പറ്റിയുള്ള കാര്യങ്ങൾ, ക്ഷേത്രങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു എന്നും അതുപോലെ തന്നെ മാതാപിതാക്കളെ കുറിച്ച്
അവരോടുള്ള ഇടപെടൽ, കഠിനാധ്വാനം, ഇതൊക്കെ പിന്നെ മോഹൻദാസിയുടെ മുഖമുദ്രകളാണ്, പ്രത്യേകതകളാണെന്ന് പറഞ്ഞ് ലൂസി അമ്മജിക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ രാധാജി സംസാരിച്ചത് അർത്ഥവത്തും വിജ്ഞാനപ്രദവും ആയ ഒരു അവതരണമായിരുന്നു. തമിഴ് ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യത്തെ പറ്റി സംസാരിച്ചു. വളരെ സിമ്പിളായിട്ടുള്ള ലിവിങ്, ഞങ്ങൾക്ക് നേരിട്ട് പരിചയപ്പെട്ട രീതിയിൽ അദ്ദേഹത്തിൻ്റെ സിമ്പിളായിട്ടുള്ള ലിവിങ്ങിനെ പറ്റിയുള്ള നേരിട്ടുള്ള ഒരു പരിചയം. പിന്നെ പുനർനവയ്ക്ക് മോഹൻദാസി ഒരു അമൂല്യ നിധിയാണ്. തിരുക്കുറളിനെ കുറിച്ചുള്ള പാണ്ഡിത്യം അത് പകരം വെക്കാനാവാത്തതാണെന്നും രാധാജി അറിയിച്ചു. രാധാജിക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ജയശ്രീ ആണ് പിന്നീട് സംസാരിച്ച വ്യക്തി. വളരെ സിമ്പിളായിട്ടുള്ള നല്ല അറിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് മോഹൻദാസിയെ ജയശ്രീ മനസ്സിലാക്കിയതെന്ന് ജയശ്രീ അഭിപ്രായപ്പെട്ടു. അച്ഛൻ്റെ റോളും മകൻ്റെ റോളും ഏറ്റവും നല്ല രീതിയിൽ ആ റോൾ പ്ലേ നടത്തുകയും അപ്പോൾ എല്ലാ ഈ വേണ്ട രീതിയിൽ പേരൻസിനെ പരിചരിക്കാനും ഒരു കുടുംബ ഫാമിലി മാനായിട്ട് അദ്ദേഹത്തിനെ കാണുകയും അത് സർവോപരി അദ്ദേഹത്തിൻ്റെ അവതരണം വളരെ ഹൃദ്യമായിരുന്നു എന്ന് ജയശ്രീ അറിയിച്ചു. അദ്ദേഹത്തിന് ആശംസകൾ നേർന്ന ജയശ്രീക്ക് നന്ദി അറിയിക്കുന്നു. അനിതാജി സംസാരിച്ചപ്പോൾ മോഹൻദാസിയെ പറ്റി ഒരു ബ്ലസ്ഡ് ഫാമിലിയിൽ പെടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി വളരെ ബ്ലസ്ഡ് ആയിട്ടാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി നല്ല രീതിയിൽ ചിന്തിക്കുകയും നല്ല അവതരണത്തിന് അദ്ദേഹത്തിനെ പ്രശംസിക്കുകയും ചെയ്ത അനിതാജിക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. സലിജാജി അദ്ദേഹത്തിനെ മോഹൻദാസിയെ ബഹുമുഖ പ്രതിഭയായിട്ടാണ് വിശേഷിപ്പിച്ചത്. ലളിതമായ അവതരണം, അങ്ങനെ മോഹൻദാസിയുടെ അവതരണത്തെയും അദ്ദേഹത്തിൻ്റെ കഴിവുകളെ പറ്റി അനുമോദിച്ച് സംസാരിച്ച സലിജാജിക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. ബാസ് സാറ് പറഞ്ഞത് കുടുംബത്തിൽ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ ആശംസകളോടുകൂടി ബാസ് സാറ് മോഹൻദാസിക്ക് ആശംസകൾ അർപ്പിക്കുകയുണ്ടായി. മോഹൻദാസിക്ക് വേണ്ടിയിട്ട് ബാസ് സാറ് ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. പുഷ്പാജി ആണ് പിന്നെ സംസാരിച്ചത്. മോഹൻദാസി ഒരു ബഹുമുഖ പ്രതിഭയാണെന്നും മാതാപിതാക്കളുമായിട്ടുള്ള ഇടപെടൽ, അവരോടുള്ള പരിഗണന വളരെ ഹൃദ്യമായി അനുഭവപ്പെട്ടുവെന്നും അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെട്ട് അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടും പറഞ്ഞ പുഷ്പാജിക്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. തിരുവനന്തപുരത്തെ കഥകളെ പറ്റി സ്വന്തം ഓർമ്മകൾ അയവിറക്കാൻ അവസരം കിട്ടിയ ബിന്ദു ചെറുവട്ടിൽ കുടുംബസ്നേഹിയായ മോഹൻദാസിയെ ഈ അവതരണത്തിലൂടെ സ്മരിക്കുകയും അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. ബിന്ദുജിക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. വേറിട്ട അനുഭവം വിവരിച്ചു എന്ന് ആണ് വിനോദൻ സാറ് മോഹൻദാസിയെ പറ്റി അഭിപ്രായപ്പെട്ടത്. തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള വിവരണത്തെ പറ്റിയും അദ്ദേഹം വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള, മറ്റുള്ളവർക്ക് വലിയ പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിയായിട്ട് അനുഭവപ്പെട്ടു എന്ന് വിനോദൻ സാർ അഭിപ്രായപ്പെട്ട വിനോദൻ സാറിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ചന്ദ്രികാജി നേരത്തെ തന്നെ നമ്മുടെ സ്വാഗതം പറഞ്ഞ ആളാണ്. ചന്ദ്രികാജി വളരെ സന്തോഷപൂർവ്വം ആദരപൂർവ്വം മോഹൻദാസിക്ക് ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. ചന്ദ്രികാജിക്ക് ഒരിക്കൽ കൂടി ഞാൻ നന്ദി അർപ്പിക്കുന്നു. പിന്നെ മൂർത്തിജി അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൗകര്യയെക്കുറിച്ച് വളരെ നല്ലതായിട്ട് വളരെ ദീർഘമായി സംസാരിക്കുകയുണ്ടായി. അപ്പം മൂർത്തിജി കഥകൾ, അദ്ദേഹം എഴുതിയ കഥകളെ പറ്റി കടലാം പിച്ചിപ്പൂ എന്നുള്ള പുസ്തകം മിക്കവർക്കും തന്നെ അദ്ദേഹം തരികയും അത് ഇതിനെപ്പറ്റി വളരെ മനസ്സിരുത്തി വായിച്ചു എന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് മൂർത്തിജി പറഞ്ഞത്. ഈ പുഴ ഒഴുകുന്ന പോലെ സ്വച്ഛമായ ജീവിതം, അനുസ്യൂതം, തടസ്സങ്ങളില്ലാത്ത ജീവിതം അദ്ദേഹത്തിന് നേരുകയും ചെയ്തു. പിന്നെ കാലടിപ്പുഴയുടെ തീരത്തുള്ള കഥ, അതിനെ പറ്റി ഒരു കഥാംശം അദ്ദേഹം
മൂർത്തിജി അവതരിപ്പിച്ചുകൊണ്ട് തിരുക്കുറളിലെ പ്രാഗൽഭ്യത്തെ പറ്റി ഓർമ്മിപ്പിച്ചുകൊണ്ട് മോഹൻദാസ്ജിക്ക് ആശംസകൾ അർപ്പിച്ച മൂർത്തിജിക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, ഇടയ്ക്ക് പുറത്തു പോകേണ്ടി വന്ന തിരക്കുണ്ടായിരുന്ന ജേക്കബ് സാറ് തിരിച്ചു വരികയും തൻ്റെ പുനർനമയോടും ഈ ഒരു പ്രോഗ്രാമിനോടുമുള്ള അർപ്പണ മനോഭാവം കാണിച്ച ജേക്കബ് സാറ് മോഹൻദാസിയുടെ അവതരണത്തെ പറ്റി വളരെ നല്ല രീതിയിൽ അഭിനന്ദിച്ചു. തിരുവിതാംകൂറിന്റെ ചരിത്രം, പിന്നെ സാറിൻ്റെ ജീവിതം, പിന്നെ തിരുക്കുറൾ പോലെ സുന്ദരവും ദീർഘവുമായ ജീവിതകഥ അവതരിപ്പിച്ച മോഹൻദാസിയെ അഭിനന്ദിക്കുകയും ചെയ്തു. ജേക്കബ് സാറിനും ഇക്കാര്യത്തിലെ ജേക്കബ് സാറിൻ്റെ പ്രതികരണത്തിനും അതുപോലെ തന്നെ ഈ വളരെ തിരക്കിനിടയിലും ഈ ഒരു പ്രോഗ്രാമിലെ പ്രതികരണത്തിന് രണ്ടാമതെത്തിയ ജേക്കബ് സാറിന് നന്ദി അർപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇനിയും ഇതിലാരെങ്കിലും വിട്ടുപോയിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ പ്രോഗ്രാം നമുക്കിവിടെ ഔദ്യോഗികമായി അവസാനിപ്പിക്കാം. അതുപോലെ തന്നെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമ്മുടെ ഈ പുനർനവയിലെ സജീവ പങ്കാളിയായ ശുഭാജിയുടെ പിതാവിൻ്റെ മരണത്തിൽ നമുക്ക് ആദരാഞ്ജലികളെ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ വളരെ പ്രൗഢമായ ഒരു നന്ദി പ്രകാശനം. കാരണം ഈ ക്ലാസ് മാത്രമല്ല, ഓരോരുത്തരും പറഞ്ഞ പ്രതികരണത്തെ പോലും എത്രയോ സൂക്ഷ്മമായി പ്രദീപ് സാറ് വീക്ഷിച്ചു, അല്ലെങ്കിൽ കേട്ടു, അത് വിലയിരുത്തി എന്നുള്ളതാണ്. എല്ലാവർക്കും അഭിമാനിക്കാം. ഇനി ഔദ്യോഗികമായ റെക്കോർഡിംഗ് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കൊച്ചു കാര്യം കൂടി ഉണ്ട്. കൊച്ചു കാര്യമല്ല, വലിയ കാര്യമാണ്. നയനാർ സാറിന്റെ ഒരു മറുപടി പ്രസംഗം, അത് ചെറിയ വാക്കുകളിൽ ഒന്ന് അവതരിപ്പിച്ചിട്ട് നമുക്ക് റെക്കോർഡിംഗ് അവസാനിപ്പിക്കാം. ആദ്യമായി എല്ലാവർക്കും മനസ്സിന്റെ കൃത്യത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. തിരുക്കുറൾ തന്നെ അതിലൊരിതുണ്ട്. കാലത്തിനാൽ ചെയ്ത നന്ദി ചെറുതന്നിനും അത് ஞாலത്തിൻ മാണപ്പെരുത്. ഈ സന്ദർഭവശാൽ നിങ്ങൾ ചെയ്ത ഈ പ്രോഗ്രാം ചെറുതാണ് എന്ന് നിങ്ങൾക്ക് കരുതാമെങ്കിലും എന്നെ സംബന്ധിച്ചോളം ഈ ലോകത്തിനേക്കാൾ എത്രയോ വലുതായിട്ട് ഞാൻ അത് അനുഭവിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ നിങ്ങളുടെ വാക്കുകൾ കേട്ട് ആനന്ദാശ്രു ഒഴിഞ്ഞിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാല് മറ്റുള്ളവർ എന്താ പറയുക, പറയുന്നത് ശ്രവിക്കുക എന്നാണ് എൻ്റെ ഒരു പ്രധാനമുള്ളത്. പേഷ്യൻ ഹിയറിംഗ് ടു അതേഴ്സ്. രാജസ്ഥാനിൽ നിന്ന് ഒരു പ്രൊമോഷൻ ട്രാൻസ്പോർട്ടിൽ പുറത്ത് വന്ന് പുള്ളി പറഞ്ഞത്, പുള്ളി രാജസ്ഥാൻ തമിഴ് മലയാളം അറിയാത്ത പറഞ്ഞു, അവിടെ യാത്ര ബോറിംഗ് about others. That is the quality. നമ്മളെക്കാളും ഒരു മറ്റവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. അച്ഛൻ പറഞ്ഞതാണ്, ഉപകാരം ചെയ്യാൻ പറ്റും ചെയ്യുക, അല്ലെങ്കിൽ ഉപദ്രവിക്കരുത്. പറയുന്ന വാക്കും പ്രവർത്തിക്കും ഒരുപോലെ ആയിരിക്കണം. അതായിരുന്നു അച്ഛൻ്റെ വളരെ മതിപ്പുണ്ടാക്കി കൊടുത്ത ഒരു. ആരും അച്ഛനെ എതിർത്തൊന്നും പറയത്തില്ല. പറയുന്ന കാര്യത്തിൽ ആദ്യം നീതിയും ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഏത് സദസ്സിലും ഏത് ഇതിലും അച്ഛന് വളരെയധികം ബഹുമാനം ലഭിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ വേറൊന്നാണ് പഠിച്ചത്, ഒരു കള്ളം പറഞ്ഞ് അത് മറച്ചു വയ്ക്കാൻ 9 കള്ളം പറയേണ്ടി വരും. അതുകൊണ്ട് ബി ഓണസ്റ്റ്, ഉള്ളതുപോലെ പറഞ്ഞു. പിന്നെ അതിന് വേറെ മുഖഭാവങ്ങൾ കണ്ടെത്തേണ്ട കാര്യമില്ല. പക്ഷെ അതൊക്കെ ബുദ്ധിമുട്ടാണ് ഈ കാലഘട്ടത്തിലും ജീവിക്കുന്ന രീതിയിലും. വീട്ടുകാരും ഒക്കെ പറയും അച്ഛൻ്റെ ഈ രീതിയാണ് വളരെ അപകടമാക്കി തരുന്നത്. പക്ഷെ അത് ആ നിമിഷം കൊണ്ട് തീർന്നു. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ ബാങ്കിൽ വരുന്ന ആരായാലും എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവരൊന്ന് ഇരിക്കാൻ പറയുക. ആദ്യം തന്നെ അവർ വരുമ്പോൾ തന്നെ ഒരു രജിസ്റ്റർ നേരിട്ടുണ്ട്, കസ്റ്റമർ കാർഡ് രജിസ്റ്റർ. വരുന്ന ദിവസം, ആ സമയം,
എന്തിനും അവരുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം ഒരു പേജിൽ അങ്ങ് എഴുതും. അവർ തന്നെ പറയും, സാർ ഞങ്ങൾ വെറുതെ ഒന്ന് തിരക്കാൻ വന്നതാണ്, സമ്മതിച്ച് നിങ്ങൾ എന്നാ തിരക്കാൻ വന്നാൽ നിങ്ങൾക്ക് വളരെ പ്രാധാന്യമാണ്, പക്ഷെ എനിക്കതൊക്കെ ഓർത്തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ രജിസ്റ്റർ ഉണ്ട്, അതിൽ എന്നെ പേജ് നമ്പർ ഇട്ട് എഴുതും. എന്നിട്ട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വീണ്ടും നീ വന്ന ദിവസം ഒന്ന് പറയാം, എന്നാ വന്നെന്നുള്ളത് ഓർത്തിരിക്കണം. അപ്പൊ എനിക്ക് അതിന്റെ ഫ്ലാഷ് ബാക്ക് എടുക്കാൻ എളുപ്പമാണ്. പക്ഷെ അങ്ങനെ ആയതുകൊണ്ട് ആരും എന്നെ ഇത്ര തവണ നടത്തിച്ചു, ഇത്ര തവണ വരാൻ പറഞ്ഞു എന്ന് ആരും പറയത്തില്ല. അപ്പൊ ബാങ്കിൽ ആഡിറ്റ് വന്ന ഒരു ആഡിറ്റർ പറഞ്ഞു, ഞാൻ ഈ സ്റ്റേറ്റ് ബാങ്ക് എത്രയോ ആഡിറ്റ് ചെയ്തിട്ടുണ്ട്, ആളുകൾ എൻ്റെ അടുത്ത് മാത്രമാണ് ഇങ്ങനത്തെ ഒരു രജിസ്റ്റർ ബാങ്ക് പറയാതെ ഇങ്ങനെ പ്രാക്ടീസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതല്ല. ഒന്ന് നിങ്ങൾ വേറെ ശാസന അത് ഉപകാരപ്പെട്ടു. ഒരു കോടതിയിൽ ഒരു കേസ് വന്ന സമയത്ത് ആ രജിസ്റ്റർ അദ്ദേഹത്തിന്റെ ഡേ ബുക്കിൽ ഡെയിലി അല്ല എഴുതി കുറിച്ച് പോകുന്നുണ്ട്. അത് അങ്ങേർക്ക് വളരെ ഒരു എവിഡൻസ് ആയിട്ട് കാണിക്കാൻ സഹായിച്ചു. ഇത് അങ്ങനെയൊന്നും അല്ല, പക്ഷെ ആര് വന്നാലും അതൊന്ന്. പിന്നെ മാവലിക്കരയില് പുറത്തിക്കാട് അവസാനം പ്രവർത്തിക്കുമ്പോൾ ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഓഫീസർ ബാലകൃഷ്ണപിള്ള സാർ, പുനക്കരയാണ് പുള്ളിയുടെ വീട്. ഇതൊരു സന്ധ്യയ്ക്ക് ഒരു 3:30 മണിയൊക്കെ വന്ന് ഒരു ഹൗസിൽ കൊണ്ട് കുറച്ച് ഒന്ന് അറിയണം. ഞാൻ ഇരിക്കാൻ പറഞ്ഞു, പിന്നെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഒരു അരമണിക്കൂർ എടുത്തു. പക്ഷെ അങ്ങനെ SBIയിലാണ്, ഡിഫൻസിലാണ്. SBIയിൽ ആ കാലഘട്ടത്തിൽ ഡിഫൻസുകാർക്ക് സ്പെഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, 0.5% കുറവാണ് SBIക്ക്. പക്ഷേ അദ്ദേഹം ഹൗസിലാണ് എൻ്റെ ഇടയ്ക്കൽ എന്നെ വന്ന് എടുത്തു പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അരമണിക്കൂർ എനിക്ക് വേണ്ടി അന്ന് ചെലവഴിച്ചു. മറ്റേ SBIയിൽ ചെന്നപ്പോൾ പറഞ്ഞു, സാർ അവിടെ പറഞ്ഞൊന്നും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ തന്നെ ലോൺ എടുക്കാൻ പറഞ്ഞിട്ടോ പുള്ളി അത് സമ്മതിച്ചില്ല. അതൊരു വളരെ ഒരു അനുഭവം. ഇന്നും ആ ബാലകൃഷ്ണ സാറായിട്ടും നല്ല ഒരു സുഹൃത്തുണ്ട്. അങ്ങയുടെ മോൻ്റെയും മോളുടെയും കല്യാണത്തിന് ഞാൻ പങ്കെടുത്തു. മോൻ മിലിറ്ററിയിലെ ഡോക്ടറാണ്, മോള് പിന്നെ കാനഡയിൽ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ആസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാ വിഭാഗത്തിലും എല്ലാ കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കാറുണ്ട്. കാരണം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് ഞങ്ങളുടെ കാറിലാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. അപ്പൊ അതൊക്കെ ഒരു നിമിത്തമാണ്. പിന്നെ കാട്ടക്കടയിൽ വന്നപ്പോഴും ഒരു വളരെ പാവപ്പെട്ട ഒരു സ്ത്രീ, വെറും ഒരു 15,000 രൂപ വേണം, മോളും അവര് മാത്രമേ ഉള്ളൂ. 101 ദിവസം എനിക്കൊരു 15,000 രൂപ തന്നേ പറ്റും, എനിക്ക് ഒരു ആവശ്യമാണ്. കാരണം ബാങ്കിന്റെ തന്നെ സ്കീമുണ്ട്, ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4% കൊടുക്കാനുള്ളതുണ്ട്, 20,000 വരെ കൊടുക്കാം. പക്ഷെ ഞാൻ ഫീൽഡ് ഓഫീസറോട് പറയാം, സാറ് ഒരു മദർ തെരേസയാണെന്നല്ലോ, കാണുന്നവർക്കൊക്കെ എങ്ങനെ ഒരു അലിവ് തോന്നിയിട്ട് ചെയ്യാൻ പറഞ്ഞു. ഇത്രയും വലിയ ബാങ്കില് ഇത്രയും വലിയ പണക്കിടയിൽ അതെങ്ങനെയാണ് കൊടുക്കുന്നത്? അത് സാരമില്ല, അവർക്കൊരു ആവശ്യം എത്രയേ ഉള്ളൂ. അവർ പ്രമാണം എൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, സാറേ ഈ പ്രമാണം വേണമെങ്കിൽ സാറങ്ങ് വെച്ചോ എന്നിട്ട് തരും. എന്നിട്ട് അവർക്ക് കൊടുത്തിട്ട് അവര് ഒരു സാധനം എൻ്റെ ചെറിയൊരു തുക മുടങ്ങി വന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അടച്ചു. പക്ഷെ പിന്നെ വന്നവർ കൃത്യമായിട്ട് അത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ പോലെ സിമ്പതി കാണിക്കുന്നതിനേക്കാൾ എമ്പതി കാണിക്കുക. അവിടെ അവസ്ഥ എന്താണ് അത് അറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പോഴേ നോ പറഞ്ഞേക്കുക. അവർക്ക് വിഷമമായാലും ഇല്ലെങ്കിൽ ഇതായിരുന്നു. പിന്നെ അച്ഛനെ അമ്മയും നോക്കുന്ന കാര്യത്തിൽ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് അസുഖം പോലെ ഗൈനക് പ്രോബ്ലം വന്നപ്പോൾ ഞാനാണ് ഡോക്ടറിനെ കാണുന്നതും. പിന്നെ അച്ഛൻ്റെ ഒരു അളിയൻ പറഞ്ഞിട്ട് ഇന്ന ഡോക്ടറെ കാണുന്നു പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് വിളിച്ചുകൊണ്ട് പോയി കാണിക്കുന്നതും ഇതൊക്കെ ചെയ്തത്. ലേഡീസ് ആരും ഇല്ലായിരുന്നിട്ട് പോയി. പക്ഷെ അച്ഛനെ പിന്നെ നോക്കിയിരുന്നത് ഡോക്ടർ കൃഷ്ണൻ ചെട്ടിയാറായിരുന്നു, ചീഫ് മിനിസ്റ്റർ പാനലിലുള്ള ഡോക്ടർ. അപ്പൊ അങ്ങനത്തെ അപ്പോയിൻമെന്റ് കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, എങ്കിലും അച്ഛൻ്റെ ഒരു സൗഹൃദം ഉള്ളതുകൊണ്ട് കിട്ടി. ആ പുള്ളി ഒരിക്കൽ അവസാനം പറഞ്ഞതാണ്, നിങ്ങളുടെ അച്ഛനെ നോക്കുന്ന രീതി, ഇത്രയും കെയർ ചെയ്യുന്നത്, ഒരു മാർക്ക് ഇടാണെങ്കിൽ ഞാൻ 101% മാർക്ക് ഇടും, അത്രയ്ക്ക് ഇതായിട്ട് ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, അത് അച്ഛനും അപമാനിക്കാമെന്നുള്ള കാര്യമാണ് എന്ന് പുള്ളിയുടെ മുമ്പ് വെച്ച് പറഞ്ഞു. അതല്ല, നമ്മൾ ചെയ്യേണ്ട കടമ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് അച്ഛനത്. ഓരോരുത്തർക്കും ഓരോ കടമകളുണ്ട്, അതത് അവരോട് ചെയ്യണം, എങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയായിരുന്നു. അച്ഛന് വളരെ ലളിതമായിരുന്നു, കതർ വസ്ത്രമായുള്ളൂ, കതർ മുണ്ടും കതർ ഷർട്ടും. വളരെ ആഡംബരമായിട്ടുള്ള ഒരു പിന്നെ വസ്ത്രങ്ങൾ അതും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ എടുത്തു കൊടുത്താലും വേണ്ട എന്നേ പറയത്തുള്ളൂ. അത് തന്നെയായിരുന്നു ഏറ്റവും എന്താ പറയുക ഒരു അസറ്റായിട്ട് ഇന്നും നോക്കുന്നത്. ഇന്നും അമ്മയുടെ കാര്യത്തിൽ എന്ത് ഉണ്ടെങ്കിലും എവിടെ ഉണ്ടെങ്കിലും അത് അവിടെ നിന്ന് എത്തും. ഞാൻ കോട്ടയത്തിരിക്കുമ്പോൾ അമ്മയ്ക്ക് വേഗമായി ഡോക്ടറുടെ അടുത്ത് മുമ്പ് എത്തി. ഡോക്ടറുടെ അടുത്ത് എത്തുമ്പോൾ മുമ്പ് തന്നെ അമ്മ ഡോക്ടറുടെ ചുമലിലേക്കാണ് മറിഞ്ഞു വീണത്.
അപ്പോൾ ഡോക്ടർ പറഞ്ഞു സമയത്ത് കൃത്യസമയത്ത് തന്നെ എത്തിച്ചു, ഞാനത് വേണ്ടത് ചെയ്തിട്ടുണ്ട്, മോഹൻദാസ് വെറിയണ്ട പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് പല ആപത്ത് ഘട്ടങ്ങളിലും എവിടെ നിന്നൊക്കെ ഏതോ ഒരു അദൃശ്യമായ ശക്തി നമ്മുടെ ഒന്ന് സഹായിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളത്. ഒരു യാത്രക്കിടയിൽ ഞാൻ വെളുപ്പിനായിരുന്നു 3:30 മണിക്ക്. സാറിന് 5 മണിക്കുള്ള ട്രെയിനിൽ പോയാൽ മതി മാവേലിക്കരയ്ക്ക്. പക്ഷെ അന്ന് ഒരു ഗോരഖ്പൂർ ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പം അത് കിടപ്പുള്ളവരുണ്ട്, അതിൽ കയറി. തിരുവനന്തപുരം മുതൽ കായംകുളം വരെ അതിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ വളരെ ബാംഗ്ലൂരിലെ സുഹൃത്ത് വി കുമാർ സാഹിത്യകാരനും ഇതൊക്കെയാണ്, പുള്ളിയും ആ ബോഗിലുണ്ടായിരുന്നു. കായംകുളം കഴിഞ്ഞ ഉടനെ എണീറ്റ് വന്നു കഴിയുമ്പം അല്ലാണ്ട് വിയർക്കുകയും തല ഇറങ്ങുകയൊക്കെ ചെയ്തു. അടുത്തത് സ്റ്റേഷൻ മാവേലിക്കരയാണ്, അതിൻ്റെ ഇടയ്ക്കാണ്. പക്ഷെ അവിടെ വൈഫിൻ്റെ ഒരു കൊച്ചനുണ്ടായിരുന്നുണ്ട്. പുള്ളിയെ നമ്പർ വിളിച്ച് ബി കുമാറിനെ അറിയാമായിരുന്നു. പുള്ളി വിളിച്ച് പറഞ്ഞു പെട്ടെന്നൊരു വണ്ടി അറേഞ്ച് ചെയ്യണം, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനാണെന്ന് പറഞ്ഞു. മാവേലിക്കര ഇറങ്ങിയിട്ട് ആ ടാക്സി വന്നു, അതുകൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി. പക്ഷെ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് പിറ്റേ ദിവസം വരാൻ സാധിച്ചു. അതായത് ഏത് സന്ദർഭത്തിലും എവിടെയാണെങ്കിലും ആരെങ്കിലുമൊക്കെ വന്ന് ഉപകരിക്കാനുണ്ടാവും എന്നുള്ളതാണ്. അത് നല്ല ചെയ്തു പോയാൽ മാത്രമേ അത് പ്രതീക്ഷിക്കാനും പറ്റത്തുള്ളൂ. പിന്നെ ഇന്ന് വളരെ ഇതായിട്ട് എല്ലാം ഭംഗിയായിട്ട് അവതരിപ്പിക്കാനത് പിന്നെ ജോസ് സാറിൻ്റെ ഒരു പ്രചോദനമായിരുന്നു. 6 മാസത്തിന് മുമ്പേ പേര് തന്നിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടാണ് ഇത് മുഴുവൻ എഴുതാൻ സാധിച്ചതും. ഇന്നലെ രാത്രിയാണ് വൈകിയിരുന്ന് ബാക്കി കുറച്ചുകൂടി പൂർത്തീകരിക്കാൻ സാധിച്ചതും. അത് എനിക്ക് അത്ര ഇതായിട്ടില്ല, കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിലുള്ള കാലവിളമ്പോ കിട്ടിയിട്ടില്ലായിരുന്നു. എന്നാലും ഇന്ന് ഈ സന്ദർഭം നന്നായി ഒരു അപൂർവ മുഹൂർത്തമായി മാറ്റി. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദിയും എൻ്റെ സ്നേഹവും അറിയിക്കുന്നു. നമസ്കാരം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ റെക്കോർഡിംഗ് ഓഫ് ചെയ്യാം. അടുത്ത ഡിസംബർ മാസത്തിലെ അവസാന ഞായറാഴ്ച പുതിയ മറ്റൊരു സുഹൃത്തുമായി നമുക്ക് സംവദിക്കാം. റെക്കോർഡിംഗ് ഓഫ് ചെയ്തോളൂ. ഞാൻ വളരെ ധന്യനാണ്, സന്തോഷവാനാണ്. ഞാൻ വളരെ ആശങ്കയിൽ ഇന്നത് എനിക്ക് സാധിക്കുമെന്ന് അറിയില്ലായിരുന്നു ഇപ്പം വരെയും. കാരണം ഇന്നലെ രാത്രി ഒരു അല്പം പോലും ഉറങ്ങിയിട്ടില്ല. എഴുന്നേറ്റിരിക്കാൻ പറ്റുമോ? അവളും എന്നെ ആശങ്കപ്പെട്ടു, എങ്ങനെ നടക്കുമോ. ഞാൻ പറഞ്ഞു നമുക്ക് ഇരിക്കാം. ഏതായാലും എല്ലാം ഭംഗിയാക്കാൻ ദൈവം സഹായിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കിടക്കണം.